الحمد لله الحمد لله الحمد لله الذي علم القرآن خلق الإنسان وعلمه البيان أشهد أن لا إله إلا الله وحده لا شريك له ولا معين له ولا وزير له وأشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله رحمة للعالمين وراحة للعاشقين وشفيع المذنبين ورسول رب العالمين. اللهم صل على روح سيدنا ونبينا محمد. اللهم صل على طبيب قلوبنا محمد. اللهم صل على شفيع ذنوبنا محمد صلى الله عليه وسلم وعلى آله وأصحابه وأزواجه وأولاده وبناته وأهل بيته وأتباعه الفائزين أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور ليوفيهم أجورهم ويزيدهم من فضله إنه غفور شكور. بارك الله لنا ولكم بالقرآن العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. رب يسر ولا تعسر. رب زدني وزدنا علما وحلما وفهما وحفظا وأدبا وعقلا وحكمة وإيمانا كاملا. رب تمم بالخير والسعادة. رب تمم بالخير والسعادة. رب تمم بالخير والسعادة. كلام قديم لا يمل سماعه تنزه عن قول
وفعل ونية به يشتفي من كل داء ونوره دليل لقلبي عند جهلي وحيرتي فيا رب متعني بسر حروفه ونور به قلبي وسمعي ومقلتي وهب لي به فتحا وعلما وحكمة وانس به يا ربي في القبر وحشتي وصلي وسلم كل يوم وليلتي على من به الرحمن يقبل دعوتي وعل وأصحاب كرام أئمتي بهم يغفر الغفار ذنبي وزلتي ذنبي وزلتي ذنبي وزلتي हरा गुंबद जो देखोगे ज़माना भूल जाओगे हरा गुंबद जो देखोगे ज़माना भूल जाओगे अगर तौबा को जाओगे तो आना भूल जाओगे अगर तौबा को जाओगे तो आना भूल जाओगे नहीं चराओ ज़ियादा चांद तारों अपनी रंगत पर नहीं चराओ ज़ियादा चांद तारों अपनी रंगत पर मेरे आका को देखोगे चमकना भूल जाओगे मेरे आका को देखोगे चमकना भूल जाओगे हरा गुंबद जो देखोगे ज़माना भूल जाओगे अगर तौबा को जाओगे तो आना भूल जाओगे हदीस मुस्तफा पर तुम जो हो जाओ अमल पेरा हदीस मुस्तफा पर तुम जो हो जाओ अमल पेरा कसम रब की कभी माँ को सताना भूल जाओगे कसम रब की कभी माँ को सताना भूल जाओगे हरा गुंबद जो देखोगे ज़माना भूल जाओगे अगर तौबा को जाओगे तो आना भूल जाओगे तो आना भूल जाओगे तो आना भूल जाओगे
സ്നേഹവും ബഹുമാനവും ആദരവും നിറഞ്ഞ മുബാറക്കായ ഈ മജ്‌ലിസിൽ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ചിട്ടുള്ള മാണിക്കോത്ത് പള്ളിയുടെ തിരുമുറ്റത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ഹസൈനാർ തങ്ങൾ നവറല്ലാഹു മർഖദഹു മഹാനവറുകളുടെ ഉറൂസുമായി ബന്ധപ്പെട്ട് നടത്തപ്പെടുന്ന ഈ മജ്‌ലിസിൽ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ചിട്ടുള്ള ഈ മഹലിന്റെ നാടിന്റെ ആത്മീയ നേതൃത്വം, ഇമാമും മുദദ്ദിസുമായ പ്രിയപ്പെട്ട സഹോദരൻ മുഹയ്യിദ്ദീൻ അസ്ഹരി ഉസ്താദ് അവർകൾ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള മറ്റ് പണ്ഡിത മഹത്തുക്കളെ, ഈ മഹലിന്റെ പരിപാലന സമിതി അംഗങ്ങൾക്ക്, ഈ നാടിന്റെ ഉന്നമനത്തിനായി നേതൃത്വം വഹിക്കുന്ന പ്രസിഡന്റ്, സെക്രട്ടറി ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട മറ്റ് ഭാരവാഹികളെ, ഈ ഉറൂസ് കമ്മിറ്റിയുടെ ചെയർമാൻ, കൺവീനർ ഉൾപ്പെടെയുള്ള മറ്റ് സംഘാടകരെ, വോളണ്ടിയർമാർ ഉൾപ്പെടെയുള്ള ഈ നാട്ടിലെ നല്ലവരായ ദീനിനെയും വിജ്ഞാനത്തിനെയും സ്നേഹിക്കുന്ന, ആദരിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായ ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, ഈ വേദിയെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ വേദിയിൽ ചൊരിഞ്ഞുകൊണ്ട് ഈ വേദിയെ ധന്യമാക്കിയിരിക്കുന്ന പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ, റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളെല്ലാം പരിശുദ്ധമായ പവിത്രമായ റജബ് മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് പരിപൂർണമായി മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടജീവിതം അല്ലാഹുവിന്റെ ഇഷ്ടത്തിലായി പൊരുത്തത്തിലായി ജീവിച്ച യഥാർത്ഥ മുഅ്മിനായി ലോകത്ത് നിന്നും വിട പറയുമ്പോൾ കലിമത്ത് ത്വയ്യിബ ഉറക്കെ ഉച്ചരിച്ച് സന്തോഷത്തോടെ അല്ലാഹുവിന്റെ പൊരുത്തത്തോടുകൂടി മരണപ്പെടാൻ അല്ലാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞുപോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, കുടുംബാദികൾ, സഹോദരങ്ങൾ, അയൽവാസികൾ, നമ്മളെ സഹായിച്ചവർ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, നമ്മുടെ പള്ളികളുടെ ചുറ്റുഭാഗത്ത് മറമാടപ്പെട്ടിരിക്കുന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ മുഴുവൻ ഖബറാളികൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശേഷ ഈ പള്ളിയുടെ പരിസരത്ത് വിശ്രമം കൊള്ളുന്ന ഖബറാളികൾ, പ്രത്യേകിച്ചും മഹാനായ ഈ മാണിക്കോത്ത് മഖാമിലെ ഷരീഫിൽ, ബുഖഅത്ത് ഷരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകൾക്ക് അല്ലാഹു ദർജകൾ ഉയർത്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ നാനാഭാഗത്ത് ശാരീരികമായി പീഡനങ്ങൾ അനുഭവിക്കുന്ന, മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് അല്ലാഹു മോചനവും എല്ലാവിധ ഈമാനും ക്ഷമയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, കേരളക്കരയിലെ വളരെ പ്രസിദ്ധമായ മാണിക്കോത്ത് മഖാം അൽഹംദുലില്ലാഹ് എന്തുകൊണ്ടും ഇൽമു കൊണ്ടും ഇബാദത്ത് കൊണ്ടും ദീനീ ചൈതന്യം കൊണ്ടുമൊക്കെ വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട മാണിക്കോത്ത് എന്ന് പറയുന്ന ഈ നാട്ടിൽ, ഈ നാടിന്റെ യശസ്സും തേജസ്സും ഓജസ്സുമായി, ഈ നാടിന്റെ കെടാവിളക്കായി, നമുക്കെല്ലാവർക്കും ആശ്വാസമായി, പ്രതീക്ഷയായി ഈ മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകളുടെ പേരിൽ വർഷങ്ങളായി നടന്നുവരുന്ന ഉറൂസ് പരിപാടിയുടെ ഈ വർഷത്തെ പരിപാടിയിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ വളരെ ഗംഭീരമായ പ്രഭാഷണങ്ങൾ ഇവിടെ നടന്നു. ഇനിയും 3 ദിവസങ്ങളിലായി പ്രഭാഷണവും ദുആവും മറ്റു മജ്‌ലിസും ഒക്കെ നടക്കുകയാണ്.
അല്ലാഹു എല്ലാ പരിപാടികളും വിജയിപ്പിക്കുമാറാകട്ടെ, ഖബൂലാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുകയും ആശിക്കുകയും ചെയ്തതാണ് മാണിക്കോത്ത് മഖാമ് ഉറൂസിൽ, അല്ലെങ്കിൽ മാണിക്കോത്ത് ഈ മഖാമിന്റെ മുമ്പിൽ നിങ്ങളോട് ഒരു ദിവസമെങ്കിലും സംഭാഷണം നടത്തണമെന്ന്, ഈ മാണിക്കോത്ത് മഖാമിനെ കുറിച്ച് അല്ലെങ്കിൽ ഉറൂസ് പ്രോഗ്രാമിനെ കുറിച്ച് അറിയുമ്പോൾ, ലൈവിലൂടെ കാണുമ്പോൾ, അത് വീഡിയോ ക്ലിപ്പിലൂടെ പല പ്രഭാഷകന്മാർ എന്ന് പറയുമ്പോൾ ഇന്ന് കേരളത്തിന്റെ അകത്തും പുറത്തും പ്രഗത്ഭരായ, നമ്മുടെ തെക്കൻ കേരളത്തിലെ തന്നെ നമുക്കെല്ലാവർക്കും സുപരിചിതരായ, നമ്മളെല്ലാവരും ഏറെ ആദരിക്കുന്ന ഒരുപാട് പണ്ഡിത മഹത്തുക്കൾ, ബാക്കവിമാർ, മന്നാനിമാർ, കാസിമമാർ ഉൾപ്പെടെയുള്ള ഒരുപാട് പണ്ഡിത ശ്രേഷ്ഠർ നേതൃത്വം കൊടുത്ത ഈ മഹനീയ വേദിയിൽ വന്ന് ഒരു ദിവസമെങ്കിലും ഇൽമിനെ കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ആ ആഗ്രഹ പൂർത്തീകരണം നടത്തിയത് ഇന്നാണ്. അല്ലാഹു പരിപൂർണമായി ഖബൂലാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സമയം വൈകിട്ടാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആരെയും ബുദ്ധിമുട്ടിക്കാതെ, പ്രയാസപ്പെടുത്താതെ ഇൻഷാ അല്ലാഹ് നമുക്ക് വിഷയത്തിലോട്ട് കടക്കാം. അവിടെ പുറത്ത് നിൽക്കുന്നവര്, സഹോദരങ്ങൾ, അവിടെ പ്രായം ചെന്ന ആളുകളൊക്കെ മഞ്ഞുകൊള്ളാത്ത രീതിയിലാണ് ആ പന്തലിലിരിക്കുന്നത്. അതുകൊണ്ട് അവരെ നിങ്ങൾ നോക്കണ്ട. ചെറുപ്പക്കാരായ ഒരുപാട് സഹോദരങ്ങൾ, അവരാണ് അൽഹംദുലില്ലാ നമ്മുടെ ഈ പരിപാടിയുടെ ഈ ലൈറ്റും പ്രകാശവും വെളിച്ചവുമായി ബന്ധപ്പെട്ട് അതിന്റെ ചിലവ് വഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഈ സദസ്സിലേക്ക് വന്ന് ഈ സദസ്സിന്റെ വെളിച്ചമാകണം. നിങ്ങൾ പൈസകൾ അതിനു വേണ്ടി ചെലവഴിച്ചെങ്കിൽ, ചെറുപ്പക്കാരായ സഹോദരങ്ങൾ ഈ സദസ്സിന് വെളിച്ചമായി ഈ സദസ്സിലേക്ക് മജ്‌ലിസിന്റെ മുൻഭാഗത്ത് ഒഴിഞ്ഞിട്ടിരിക്കുന്ന കസേരയിൽ വന്നിരുന്ന് സദസ്സിനെ ധന്യമാക്കണം. അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, പരിശുദ്ധമായ റജബ് മാസമാണ്. അനുഗ്രഹങ്ങളുടെ മാസമായ, അനുഗ്രഹീത മാസങ്ങളായ 3 മാസങ്ങളുടെ തുടക്കമാണ് റജബ് മാസം. റജബ്, ശഅബാൻ, റമളാൻ, ഇത് 3ഉം ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബറക്കത്തുള്ള മാസങ്ങളാണ്, അനുഗ്രഹീത മാസങ്ങളാണ്, ദുആഇന് ഇജാബത്തുള്ള മാസം, അല്ലാഹു തആല തൗബ സ്വീകരിക്കുന്ന മാസം, തൗബ ചെയ്യണമെന്ന് പറഞ്ഞ മാസം, ഇസ്തിഗ്ഫാറുകൾ ധാരാളം അധികരിപ്പിക്കേണ്ട മാസം, അതുപോലെ തന്നെ ധാരാളം ഇബാദത്തുകളുമായി ബന്ധപ്പെടേണ്ടുന്ന മാസം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മുടെ ഈ പരിപാടിയിൽ നമ്മൾ കേൾക്കുന്ന ഇൽമുകൾ അത് അമൽ ചെയ്യാൻ വേണ്ടിയാകണം. വെറുതെ ഒരു പ്രൗഢിക്കോ ഒരു പ്രശസ്തിക്കോ അല്ലെങ്കിൽ മാർക്കിടാനോ റിമാർക്കിടാനോ വേണ്ടി മാത്രമാകരുത്. മറിച്ച് കേൾക്കുന്ന കാര്യങ്ങൾ, 10 കാര്യങ്ങളിൽ ഒരു കാര്യമെങ്കിലും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ഈ അലങ്കാരം കൊണ്ടും നമ്മുടെ ഇരുത്തം കൊണ്ടും നമ്മുടെ ഈ ചെലവഴിക്കൽ കൊണ്ടുമൊക്കെ ഗുണകരമാണ്. അതുകൊണ്ട് എന്റെ സ്വന്തം ശരീരത്തിനോടും നിങ്ങളോടും പറയുകയാണ്, പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ നിയ്യത്ത് ചെയ്യുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാൻ കടന്നു വരികയാണ്. ഇതിനു മുന്നോടിയായി നമ്മൾ എല്ലാവരും ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റമളാനിലേക്ക് എത്തിക്കണം. എന്തിനാണ്? ധാരാളം അമലുകൾ ചെയ്യാനാണ്, നോമ്പ് പിടിക്കാനാണ്, തറാവീഹ് നിസ്കരിക്കാനാണ്, ഖുർആനുമായി ബന്ധപ്പെടാനാണ്, ധാരാളം ദിക്റുകൾ ചൊല്ലാനാണ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാൾക്ക് ഖുർആനുമായി ബന്ധപ്പെടാൻ, പള്ളിയുമായി ബന്ധപ്പെടാൻ, നിസ്കാരവുമായി ബന്ധപ്പെടാൻ, ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ പരിശുദ്ധമായ റമളാൻ തന്നെ വേണമെന്നുണ്ടോ? പരിശുദ്ധമായ റമളാൻ ആഗതമാകണോ? ഒരാൾ റമളാനിനെ കാത്തിരിക്കണോ? റമളാനിനെ കാത്തിരിക്കണം. എന്തിനാണ്? ഇബാദത്തുകൾ ചെയ്യാനല്ല, മറിച്ച് അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടാനാണ്. അല്ലാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ കോരിച്ചൊരിയുന്ന രീതിയിൽ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ പേമാരി പോലെ ഈ ലോകത്തേക്ക് പെയ്തിറങ്ങുമ്പോൾ
ആ അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കുന്നവരിൽ ഒരു അംഗമാകാൻ വേണ്ടി, അതിനു വേണ്ടിയിട്ടാണ് ഞാനും നിങ്ങളും റമദാനിൽ എത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്, അങ്ങനെ ദുആ ഇരക്കുന്നതും. പക്ഷേ സഹോദരങ്ങളെ, ഇബാദത്തെടുക്കാൻ റമദാൻ ആകണ്ട, ഇബാദത്തെടുക്കാൻ റമദാനിന് വേണ്ടി കാത്തിരിക്കണ്ട, വിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെടാൻ റമദാനിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണ്ട. ഖുർആൻ ഇറങ്ങിയ മാസമാണ് വിശുദ്ധമായ റമദാൻ. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ഇപ്പോഴേ നമ്മൾ നിയത്ത് ചെയ്തു, ഈ പരിശുദ്ധമായ റമദാൻ ആകുമ്പോ ഇൻഷാ അല്ലാഹ്, കഴിഞ്ഞ വർഷം ഞാൻ 1 ഖത്തം തീർത്തു, ഈ വർഷം ഞാൻ 2 ഖത്തം തീർക്കുമെന്ന് നമ്മളെല്ലാരും ഇപ്പോഴേ ചിലരൊക്കെ പ്രതിജ്ഞ എടുത്തിട്ടുണ്ടാകും. പക്ഷെ നടക്കോ? വിശുദ്ധമായ റമദാനിൽ നടക്കോ? അല്ലെങ്കിൽ ധാരാളം ഇബാദത്തുകളുമായി മുന്നേറണമെന്ന് നിയത്ത് ചെയ്തിട്ടുണ്ടാകും. ജമാഅത്ത് ഒന്നുപോലും ഇൻഷാ അല്ലാഹ് ഈ റമദാനിൽ മുടക്കാൻ പാടില്ല. എല്ലാ നമസ്കാരങ്ങളും ജമാഅത്തായി തന്നെ നിർവഹിക്കണം എന്ന് നമ്മളെല്ലാവരും പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞു. ഏത് മാസത്തിൽ? റമദാൻ മാസത്തിൽ. ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാൻ റമദാൻ മാസം വരെ കാത്തിരിക്കണോ? വേണ്ട. നിസ്കരിക്കാൻ വേണ്ടി റമദാൻ വരെ കാത്തിരിക്കരുത്. റമദാൻ വരും, പക്ഷെ നമ്മൾ ഉണ്ടാവൂല. റമദാൻ വരും, നമ്മൾ ഉണ്ടാകോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇപ്പോഴേ തുടങ്ങണം. റമദാൻ നമുക്ക് വളരെ സിമ്പിളായി, ഈസിയായി, വളരെ ലാഘവത്തോടുകൂടി തന്നെ വളരെ എളുപ്പത്തിൽ അതിന്റെ ഇബാദത്തുകൾ പൂർത്തീകരിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മൾ അതിന്റെ ഒരു പ്രാക്ടീസ്, ഒരു പരിശീലനം തുടങ്ങണം. അതിനു വേണ്ടിയിട്ടാണ് പരിശുദ്ധമായ റജബും ശഅബാനും പടച്ചവനായ തമ്പുരാൻ നമുക്കിലേക്ക് അനുഗ്രഹീതമായി തന്നത്, ബറക്കത്തായി തന്നത്. റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ കബൂലാക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, വിശുദ്ധമായ ഖുർആൻ എടുക്കാൻ, വിശുദ്ധമായ ഖുർആൻ എടുത്തുനിന്ന് പാരായണം ചെയ്യാൻ റമദാൻ വരെ നമ്മൾ കാത്തിരിക്കരുത്. മറിച്ച് ഇന്നത്തെ രാത്രിയിൽ നമ്മൾ എടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇല്ലെങ്കിൽ നാളെ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് വിശുദ്ധമായ ഖുർആൻ എടുക്കണം. നാളെ മുതൽ പാരായണം ചെയ്യാൻ തുടങ്ങണം. ഇന്നു മുതലേ, നാളെ മുതലേ ഖുർആന്റെ ഖത്ം ആരംഭിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആനുമായി കണക്ഷൻ ഉണ്ടാകണം. അത് റമദാനിൽ മാത്രം പോരാ, ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്താണ്. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നു, കിതാബൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദബ്ബറൂ ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. كتاب أنزلناه إليك مبارك ليدبروا آياته وليتذكر أولو الألباب. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, സഹോദരങ്ങളെ, ആ പള്ളിയുടെ സെൽഫിന്റെ ഉള്ളിലിരിക്കുന്ന, നമ്മുടെ വീട്ടിന്റെ സെൽഫിന്റെ ഉള്ളിലിരിക്കുന്ന വിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, അത് ബറക്കത്തുള്ള ഗ്രന്ഥമാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ വ്യക്തമാക്കുകയാണ്. ഞാനും നിങ്ങളും എത്രയോ നാളുകൊണ്ട് ബറക്കത്തിന് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണമെന്ന് ഞാനും നിങ്ങളും അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ഇരക്കുമ്പോ പടച്ചവനായ തമ്പുരാൻ തന്നെ ബറക്കത്തിന്റെ മാർഗങ്ങള്, ബറക്കത്തിന്റെ പൂമ്പഴികള്, ഏതെല്ലാം ഭാഗത്ത് കൂടിയിട്ടാണ് ബറക്കത്ത് ലഭിക്കുക. അത് ദുആയിലൂടെ മാത്രമല്ല, ചില പ്രവർത്തനങ്ങളിലൂടെയും ചില അമലിലൂടെയും പടച്ചവനായ തമ്പുരാൻ നമുക്ക് ബറക്കത്ത് നൽകുന്നതാണ്. അതിൽപ്പെട്ട ഒന്നാണ് സഹോദരങ്ങളെ, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദബ്ബറൂ ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. അത് വിശുദ്ധമായ ഖുർആനാണ്. ഖുർആൻ എടുക്കണേ സഹോദരങ്ങളെ, ജീവിതത്തിൽ ബറക്കത്താണ്. ഏത് പ്രശ്നത്തിനും പരിഹാരം വിശുദ്ധമായ ഖുർആനാണ്. സഹോദരങ്ങളെ, എത്രയോ ആളുകളുടെ മനസ്സുകളെയാ മാറ്റിമറിച്ചത്, എത്രയോ ആളുകളുടെ ദുസ്വഭാവങ്ങളാണ് മാറ്റിമറിച്ചത്, എത്രയോ അഹങ്കാരികളെയാണ് വിനയാന്വിതരാക്കി മാറ്റിയത്, എത്രയോ പാപികളെയാണ്
പാപരഹിതരാക്കി മാറ്റിയത്, എത്രയോ ദോഷികളെയാണ് ദോഷങ്ങളില്ലാത്തവരാക്കി മാറ്റിയത്, എത്രയോ കാഫിറുകളെയാണ്, എത്രയോ അവിശ്വാസികളെയാണ് വിശ്വാസികളായി മാറ്റിയത്, എത്രയോ മനുഷ്യത്വം മരവിച്ചു പോയവരെയാണ് മനുഷ്യത്വമുള്ള കാരുണ്യമുള്ളവരാക്കി അനുകമ്പ ആർദ്രതയുടെ ഹൃദയത്തിന്റെ ഉടമകളാക്കി മാറ്റിയത്. സഹോദരങ്ങളെ, ആ ഖുർആനില്ലായിരുന്നുവെങ്കിലും വാഴുന്നുണ്ടോ? ഖുർആനില്ലായിരുന്നുവെങ്കിലും പ്രഭാഷണമുണ്ടോ? ഖുർആനില്ല എങ്കിലും ഹദീസുകളില്ല, ഖുർആനില്ല എങ്കിലും ഫിഖ്ഹില്ല, ഖുർആനില്ല എങ്കിൽ ദീനിയാത്തില്ല, ഖുർആനില്ല എങ്കിൽ സഹോദരങ്ങളെ പള്ളികളില്ല. ഖുർആനില്ലായിരുന്നുവെങ്കിൽ അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുക? ഖുർആനില്ലായിരുന്നുവെങ്കിൽ നമസ്കാരത്തിനെ കുറിച്ച് നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുക? അല്ലാഹുവാണെന്ന് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? സഹോദരൻ, ആ ഖുർആനല്ലേ ഏറ്റവും വലിയ വാഇള്, ആ ഖുർആനല്ലേ ഏറ്റവും വലിയ പ്രഭാഷകൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപരിഷ്കൃതരായ സമൂഹത്തിന്റെ ഇടയിലേക്ക് വന്നിട്ട് വാഇള് നടത്തിയത്, പ്രഭാഷണം നടത്തിയത് ഖുർആൻ കൊണ്ടല്ലയോ? ആ ഖുർആൻ പറഞ്ഞിട്ടല്ലേ ഇന്ന് ലോകത്തുള്ള മുഴുവൻ പ്രഭാഷകന്മാരും പ്രഭാഷണം നടത്തും. ഒരു ആയത്തെങ്കിലും ഓതാതെ നമുക്ക് വാഴ്ത പറയാൻ സാധിക്കുമോ? കഥ പറഞ്ഞാലും സീറ പാരായണം നടത്തിയാലും കഥാപ്രസംഗം നടത്തിയാലും ചരിത്രം പറഞ്ഞാലും അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സ്പർശിക്കാതെ പോകാൻ കഴിയുമോ? പള്ളിയിൽ വന്നാ നമസ്കരിക്കുമ്പോ ഖുർആൻ തൊടാതിരിക്കാൻ പറ്റുമോ? ഒരു മജ്ലിസിൽ പങ്കെടുക്കുമ്പോ ഖുർആൻ ഓതാതിരിക്കാൻ കഴിയുമോ? എവിടെ ചെന്നാലും ഖുർആനാണ്, ഖുർആനാണ്, ഖുർആനാണ്. സഹോദരങ്ങളെ, മാണിക്കോത്ത് ഈ പള്ളിയുടെ പരിസരത്ത് തന്നെ എത്രയോ ഹാഫിളുകളുണ്ടോ? വിശുദ്ധമായ ഖുർആൻ മനനം ചെയ്തിട്ടുള്ള, ഖുർആൻ മനപ്പാഠമാക്കിയ എത്രയോ ഹാഫിളുകളുണ്ട്. അൽഹംദുലില്ലാഹ്. സഹോദരങ്ങളെ, ഞാൻ അറിഞ്ഞിടത്തോളം ധാരാളം ഹാഫിളുകൾക്ക് ജന്മം കൊടുത്ത നാടാണ് മാണിക്കോത്ത് എന്ന് പറയുന്ന പരിശുദ്ധമായ നാട്. പടച്ചവനായ തമ്പുരാൻ അനുഗ്രഹിച്ച നാടല്ലയോ? ആ ഹാഫിളുകളുടെ മാതാപിതാക്കൾ എത്രയോ ഭാഗ്യവാന്മാരാണ്, ആ മാതാപിതാക്കൾ എത്രയോ ഭാഗ്യം ചെന്നവരാണ്. നാളെ സ്വർഗത്തിലെ കിരീടമണിയാൻ കാത്തിരിക്കുന്ന മാതാപിതാക്കളെ, നിങ്ങൾ എത്രയോ സൗഭാഗ്യവാന്മാരാണ്, സൗഭാഗ്യവതികളാണ്. പടച്ചവനായ തമ്പുരാൻ നമ്മുടെ മക്കളെയും ഹാഫിളീങ്ങളാക്കുമാറാകട്ടെ, ഹാഫിളത്തുകളുമാക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മക്കളെല്ലാം ഹാഫിളാണ്. ഈ മുത്തഅല്ലിമീങ്ങളിലും ഹാഫിളീങ്ങൾ ഉണ്ടാകുമല്ലോ. പലരും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്, ഉസ്താദേ എന്റെ മകൻ ഹാഫിളാകാൻ വേണ്ടി ദുആ ഇരക്കണേ. അൽഹംദുലില്ലാഹ്, എന്റെ മൂത്ത മകളും ഇന്ന് ഹിഫ്ള് പഠിക്കുകയാണ്, 15 ജിസുവായിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, എന്റെ 3 പെൺമക്കളെയും ഹാഫിളത്തുകളാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിയ്യത്ത് ചെയ്തിരിക്കുകയാണ്. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട മക്കളോട്, എന്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളോട് പറയുകയാണ്, ഖുർആൻ മനനം ചെയ്ത, ഖുർആൻ പഠിച്ച ഒരു ഹാഫിളെങ്കിലും നമ്മളെ വീട്ടിലുണ്ടെങ്കിലോ സഹോദരങ്ങളെ, ഖുർആൻ പഠിക്കാത്ത ആരെല്ലാം നമ്മുടെ വീട്ടിലുണ്ടോ അവർക്കെല്ലാം അനുഗ്രഹമായിട്ട് ഒരൊറ്റ ഹാഫിള് മതിയാകുന്നതാണ്. നമ്മുടെ വീട്ടില് ഒരൊറ്റ ഹാഫിള് മതിയാകുന്നതാണ്. മാതാപിതാക്കൾക്ക് അനുഗ്രഹം കിട്ടാൻ, ബാക്കിയുള്ള സഹോദരങ്ങൾക്ക് അനുഗ്രഹം കിട്ടാൻ, അയൽക്കാർക്ക് അനുഗ്രഹം കിട്ടാൻ, കുടുംബക്കാർക്ക് അനുഗ്രഹങ്ങൾ കിട്ടാൻ, ബന്ധുക്കാർക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹം കിട്ടാൻ ഒരൊറ്റ ഹാഫിള് മതി സഹോദരങ്ങളെ കുടുംബത്തിന്. അതുകൊണ്ട് നിയ്യത്ത് ചെയ്തുകൊള്ളുക, ഇൻഷാ അല്ലാഹ് എന്റെ മകനെ ഹാഫിളാക്കാൻ ഞാൻ നിയ്യത്ത് ചെയ്തിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് പറ, എന്റെ മകൻ ഹാഫിളാക്കാൻ പറ്റൂല ഉസ്താദേ, കാരണം എന്റെ മകൻ ഇതാ വലുതായിരിക്കുന്നു. വേണ്ട, നിങ്ങളുടെ മകൻ ഹാഫിളായില്ലെങ്കിൽ വേണ്ട, നിങ്ങളുടെ ചെറുമക്കളുണ്ടല്ലോ, ചെറുമക്കള്, ആ ചെറുമക്കളെ ഇൻഷാ അല്ലാഹ് ഹാഫിളാക്കാൻ ദുആ ഇരക്കുക, നിയ്യത്ത് ചെയ്യുക ഇൻഷാ അല്ലാഹ് എന്ന് പറ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 5 മാസക്കാലം കൊണ്ട് ഹിഫ്ള് പഠനം പൂർത്തിയാക്കിയ ഒരു പെൺകുട്ടി പോലും ഈ നാട്ടിലുണ്ടെന്നറിഞ്ഞതിൽ വലിയ സന്തോഷം എനിക്കുണ്ട്. അൽഹംദുലില്ലാഹ്. അപൂർവങ്ങളിൽ അപൂർവം മാത്രമാണ്. സാധാരണ
ആൺകുട്ടികളിൽ പോലും 6 മാസം കൊണ്ടോ 1 വർഷം കൊണ്ടോ മാത്രമാണ് തീർക്കാൻ കഴിയുക. എന്നാൽ ഒരു പെൺകുട്ടിക്ക് അപൂർവങ്ങളിൽ അപൂർവം മാത്രമാണ് ഹിഫ്ള് പൂർത്തീകരിക്കാൻ കഴിയുക. സഹോദരങ്ങളെ, മാണിക്കോത്ത് നാട്ടില് ഈ പരിശുദ്ധമായ ഹസൈനാർ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ പരിശുദ്ധമായ സുന്ദരമായ നാട്ടിലോ വിശുദ്ധമായ ഖുർആൻ 5 മാസം കൊണ്ട് മനനം ചെയ്ത ഒരു പെൺകുട്ടി ഈ നാട്ടിലുണ്ടെങ്കിൽ സഹോദരങ്ങളെ മാതൃകയാക്കണേ. പടച്ചവനായ തമ്പുരാൻ ആ ഹിഫ്ളിൽ നല്ല ഖുവ്വത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ മക്കളെയെല്ലാം ഹാഫിളീങ്ങളാക്കുക. കുടുംബത്തിലൊരു ഹാഫിള് ഉണ്ടാകട്ടെ, കുടുംബത്തിലൊരു ആലിം ഉണ്ടാകട്ടെ. സഹോദരങ്ങളെ, അങ്ങനെ ഖുർആനുമായി ബന്ധമുള്ള വീടാകട്ടെ നമ്മുടെ വീട്. പടച്ചവനായ തമ്പുരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളറയിൽ ഖുർആനിൽ നിന്നുള്ള ഒരു ആയത്തെങ്കിലും ഇല്ല എങ്കിൽ, ഖുർആനിൽ നിന്നുള്ള ഒരു ആയത്ത് പോലും ഇല്ല എങ്കിൽ അവൻ പൊളിഞ്ഞ വീടാണ്, പൊളിഞ്ഞ വീട് പോലെയാണ്. നശിച്ച് നാമാവശേഷമായി പോകുന്ന വീട് പോലെയാണ്. പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായി കിടക്കുന്ന വീട് പോലെയാ. ഏതുപോലെ ഫലസ്തീനിലെ ഗസയുടെ മക്കൾക്ക് ഇന്ന് വീടില്ല. സഹോദരങ്ങളെ, ഇസ്രായേലിന്റെ കറുത്ത കരങ്ങളാൽ, അവരുടെ ബോംബാക്രമണത്താൽ, അവരുടെ മിസൈലിന്റെ ആക്രമണത്താൽ ഫലസ്തീനിലെ മക്കൾക്ക് ഇന്ന് വീടുകളില്ല. അവരും തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ആ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് ദുആയിരക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, ആ വീടിന് അവർക്ക് ഉപയോഗിക്കാൻ കഴിയുമോ? എത്രയോ നാളെ സുഖലോലുപതരായി കഴിഞ്ഞ വീടാണ്. നമ്മളും ഇപ്പോൾ കഴിയുന്നുണ്ടല്ലോ സഹോദരങ്ങളെ. കോടികൾ മുടക്കിയിട്ടുള്ള ഭവനത്തിലാണല്ലോ നമ്മൾ താമസിക്കുക. ലക്ഷങ്ങൾ മുടക്കിയിട്ടുള്ള ഭവനത്തിലാണല്ലോ ഞാനും നിങ്ങളും താമസിക്കുക. ഒരു ദിവസം ഒരു ഭൂകമ്പം വന്നിട്ടോ, ഒരു സുനാമി വന്നിട്ടോ, ഒരു തകർച്ച വന്നിട്ട്, ഏതെങ്കിലും രീതിയിലുള്ള ഒരു പരീക്ഷണം വന്നിട്ട്, ഒരു ഉരുൾപൊട്ടൽ വന്നിട്ട്, മഴ വല്ലാതെ കടുത്തു പോയിട്ട് ആ വീടങ്ങ് പൊളിഞ്ഞു പോയാ സഹോദരങ്ങളെ, നിസ്സഹായരായി നോക്കി നിൽക്കാനല്ലാതെ നമുക്കെങ്ങനെയാണ് അതിൽ കയറി താമസിക്കാൻ കഴിയുക? ആ വീട്ടിൽ കയറിയിട്ട് താമസിക്കാൻ നമുക്കെങ്ങനെയാ സാധിക്കുക? സഹോദരങ്ങളെ, എത്രയോ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ്. ആ വീട്ടിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നിലവിളിക്കാനല്ലാതെ നമുക്കതിൽ കയറി താമസിക്കാൻ കഴിയുമോ? ഇതേപോലെയാണ് സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹൃദയത്തിന്റെ ഉള്ളറയിൽ ഒരു ആയത്ത് പോലും അവശേഷിക്കാത്ത ഒരാള്, അതേ വിശുദ്ധമായ ഖുർആൻ ഹൃദയത്തിന്റെ ഉള്ളറയിൽ സൂക്ഷിക്കാത്ത ഒരു മുഅ്മിനായ മനുഷ്യന് കബൈത്തുൽ ഖറാബ്, അവൻ പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായ വീട് പോലെയാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. വിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്ത് ഹൃദയത്തിൽ ഇല്ലാത്ത ഒരു മനുഷ്യൻ തകർന്ന് തരിപ്പണമായ ഒരു വീട് പോലെയാണ്. ആ വീടിന് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? ആർക്കെങ്കിലും ഗുണമുണ്ടോ? ആർക്കെങ്കിലും ഉപകാരമുണ്ടോ? ഒരു ഗുണവും ഇല്ല. അത് വെറുതെ JCB കൊണ്ട് കോരിയെടുത്ത് വേസ്റ്റ് കുട്ടയിലേക്ക് കളയാമെന്നുള്ളതല്ലാതെ ആ വേസ്റ്റ് എന്നും വേസ്റ്റ് തന്നെയാണ്. അതേപോലെ നമ്മുടെ ഹൃദയവും വേസ്റ്റായി മാറും. എപ്പോ ഖുർആൻ നമ്മുടെ ഹൃദയത്തിലില്ല എങ്കിൽ. നമുക്കിപ്പോഴും ഖുർആൻ ഇല്ലേ? ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. ഒരു ഫാത്തിഹയെങ്കിലും നമുക്ക് കാണാതെ അറിഞ്ഞൂടെ? അൽഹംദുലില്ലാ, ഇതുപോലും അറിയാത്തവരുണ്ട്. അതുകൊണ്ടാണ് നബി തങ്ങൾ അങ്ങനെ പറഞ്ഞത്. ഫാത്തിഹ പോലും അറിഞ്ഞുകൂടാത്തവരുണ്ട്, ഫാത്തിഹ പോലും അറിഞ്ഞുകൂടാത്തവരുണ്ട്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഖുർആനുമായി ബന്ധപ്പെടണേ സഹോദരങ്ങളെ. നമ്മുടെ പ്രഭാതത്തിന്റെ തുടക്കം ഖുർആൻ കൊണ്ടാകട്ടെ. സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ഖറഅ സൂറത്ത യാസീൻ ഫീ സദ്രിൻ നഹാർ ഖുൽ
ആരാണോ പ്രഭാതത്തിന്റെ തുടക്കത്തിൽ അഥവാ ഒരു ദിവസത്തിന്റെ തുടക്കം സൂര്യോദയത്തിന്റെ ആ സമയത്ത് ആരാണോ സൂറത്ത് യാസീൻ ഓതുന്നത് അവന്റെ അന്നത്തെ ആവശ്യങ്ങൾ പടച്ചവനായ തമ്പുരാൻ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കും, നിറവേറ്റി കൊടുക്കുമെന്ന് ലോകത്തിന്റെ ഗുരു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, എന്തെല്ലാം ആഗ്രഹങ്ങളാണ്, അഭിലാഷങ്ങളാണ് നമുക്കുള്ളത്. ഇന്ന് സൂറത്ത് യാസീൻ ഓതപ്പെടാത്ത മജ്ലിസുകളുണ്ടോ? എത്രയോ മരണ വീടുകളിലാണ് സൂറത്ത് യാസീൻ ഓതുക. മരിക്കുമ്പം മാത്രമല്ല സൂറത്ത് യാസീൻ ഓതേണ്ടതോ. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ? നിങ്ങൾ പുതുതായൊരു ബിസിനസ് ആരംഭിക്കുന്നുണ്ടോ? പുതുതായിട്ടൊരു വീട് പണി കഴിച്ചിട്ട് പാലുകാച്ചിന് വേണ്ടി ആദ്യമായി നിങ്ങൾ കയറുമ്പോ സുബഹി നമസ്കാരത്തിന്റെ സുന്നത്ത് നമസ്കാരം നിർവഹിച്ചിട്ട് അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഓതണേ യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം تنزيل العزيز الرحيم. ഈ സൂറത്ത് യാസീൻ എന്ന ആർക്കാണ് മനഃപ്പാഠമില്ലാത്തത്? ആർക്കാണിത് കാണാതെ അറിഞ്ഞുകൂടാത്തത്? സാധാരണ മരണ വീടുകളിലാണ് സൂറത്ത് യാസീൻ ഓതി നമ്മൾ കേട്ടിട്ടുള്ളത്. സഹോദരങ്ങളെ, അവിടെ മാത്രം പോരാ, നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും സൂറത്ത് യാസീൻ ഓതിയിട്ട് തുടങ്ങണേ. എന്തിനേറെ സഹോദരങ്ങളെ, മരിക്കാൻ കിടക്കുന്ന സക്കറാത്തിന്റെ വേളയിൽ കിടക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, സക്കറാത്തിന്റെ വേളയിൽ കിടക്കുന്ന മനുഷ്യൻ, മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന മനുഷ്യനുണ്ടല്ലോ. ആ മനുഷ്യന്റെ അവസ്ഥ ആർക്കാണ് പറയാൻ കഴിയുക? ആർക്കാണ് അറിയാൻ കഴിയുക? മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ അവന് മാത്രമേ അറിയുകയുള്ളൂ. സഹോദരങ്ങളെ, അവൻ കാണുന്ന കാഴ്ചകൾ ഭീകരമാണ്. അവൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ ഇതേവരെ ദുനിയാവിൽ കണ്ടിട്ടില്ലാത്ത കാഴ്ചകളാണ്. അവൻ ഇതേവരെ കണ്ടിട്ടില്ല ഭീകരമായ രംഗങ്ങൾ, ആ നരകത്തിന്റെ കാഴ്ചകൾ, സ്വർഗത്തിന്റെ കാഴ്ചകൾ, ഭീകരന്മാരായ ബീഭത്സരായ സഹോദരങ്ങളെ, ഭീമാകാരന്മാരായ മലായിക്കത്തുകൾ വന്ന് മുമ്പിൽ നിൽക്കുന്നു. സുബ്ഹാനല്ലാഹ്. നരകത്തിന്റെ തീനാളം വന്ന് മരണിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ വന്ന് നിൽക്കുമെന്നാണ്. നരകത്തിന്റെ തീക്കുണ്ടാരം വന്ന് മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ നിൽക്കുമെന്നാണ്. ആ സമയത്ത് സഹോദരങ്ങളെ, മരിക്കാൻ കിടക്കുന്ന മനുഷ്യന് മറ്റ് കാഴ്ചകളൊന്നും കാണാൻ കഴിയില്ല. അടുത്ത് നിൽക്കുന്ന ഭാര്യയെ നോക്കാൻ കഴിയൂല, മക്കളെ താലോലിക്കാൻ കഴിയൂല, മാതാപിതാക്കളോട് പൊരുത്തം ചോദിക്കാൻ കഴിയൂല, ഭർത്താവിനെ കാണാൻ കഴിയൂല. അടുത്ത് നിന്ന് ഖുർആൻ ഓതുന്നവർ, ദിക്ർ ചൊല്ലുന്നവർ, അവരെയൊന്നും കാണാൻ കഴിയാത്ത അവസ്ഥയാണ് മരിക്കാൻ കിടക്കുന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതോ. അത്രയും ഭീകരമാണ് സഹോദരങ്ങളെ. പടച്ചവനായ തമ്പുരാൻ സ്വർഗം കണ്ട് മരിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. ഭീകരമായ രംഗങ്ങൾ മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ കണ്ടുകൊണ്ട് കിടക്കുകയാണ്. ആ സമയത്തിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ പേടിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് എന്താ ചെയ്യുക? ഒരു മനുഷ്യൻ പേടിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും കണ്ട് പേടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവന് പേടി കൊണ്ട് അവന്റെ ഹൃദയം ഇടിക്കാൻ തുടങ്ങും, രക്തമോട്ടം സ്പീഡിൽ ഓടാൻ തുടങ്ങും, ഹൃദയത്തിന്റെ തുടിപ്പ്, അതിന്റെ മിടിപ്പ് അത് സ്പീഡാകും, അല്ലേ? ഹൈ സ്പീഡാകും, പ്രഷർ കയറും, വിയർക്കാൻ തുടങ്ങും. അങ്ങനെ അവന് വെള്ളം ആവശ്യമായി വരൂലേ? വെള്ളം ആവശ്യമായി വരും. അത് ഏതൊരു മനുഷ്യനും അങ്ങനെ തന്നെയാണ്. പേടിച്ചു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം അവസാനം കുടിക്കേണ്ടി വരും, അതങ്ങനെയാണ്. പക്ഷെ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന് ഇച്ചിരി വെള്ളം കുടിച്ചാ പോരാ.
അല്പം വെള്ളം കുടിച്ചാ പോരാ. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ള പറയുന്നു, മരിക്കാൻ കിടക്കുന്ന ഒരു മനുഷ്യൻ അവനൊരു സമുദ്രത്തിലെ വെള്ളം ഒഴുക്കി വിട്ടുകൊടുത്താൽ ആ സമുദ്രത്തിലെ വെള്ളം മുഴുവനും കുടിച്ച് തീർത്താൽ പോലും തീരാത്ത അത്രയും കഠിനമായ ദാഹം മരിക്കാൻ കിടക്കുന്ന മനുഷ്യനുണ്ടാകുമെന്നാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്ത് ചെയ്യണം? സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുന്ന മനുഷ്യന്റെ ചുറ്റുഭാഗത്തും നിൽക്കുന്നവർ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളമനവ് ആവശ്യപ്പെട്ടില്ലേലും ഒഴിച്ചു കൊടുക്കണ്ടേ? ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്നറിയോ? ദാഹം മൗതതു കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണറബ്ബന. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ അടുക്കലേക്ക് ഇബ്ലീസുൽ ലഈൻ വെള്ളവുമായി കടന്നു വരുമെന്നാണ്. നരകത്തിലെ ചീഞ്ചലവുമായി ഇബ്ലീസുൽ ലഈൻ കടന്നു വരുമെന്നാണ്. ആ മനുഷ്യന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുമെന്നാണ്. മഅദല്ലാഹ്, അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ആ ഇബ്ലീസ് വെള്ളം കൊടുക്കുന്നതിന് മുമ്പ് കുടുംബക്കാര് വെള്ളം കൊടുക്കേണ്ടതാണ്. സഹോദരങ്ങളെ, അങ്ങനെ വെള്ളം കൊടുക്കാൻ വേണ്ടി കാത്തു കെട്ടിക്കിടക്കുന്ന മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ നിങ്ങൾ സൂറത്ത് യാസീൻ ഓതണമേ എന്ന് ലോകത്തിന്റെ ഗുരു നബി മുഹമ്മദ് മുസ്തഫ. എന്തിനാണ് സൂറത്ത് യാസീൻ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ ഓതേണ്ടത് എന്നറിയോ? സൂറത്ത് യാസീൻ തൽക്ഷണം ഓതേണ്ടതാ, ദാഹങ്ങളെല്ലാം തീർന്നതായി മരിക്കുന്നതാ. മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ ദാഹം തീരണമെങ്കിൽ സൂറത്ത് യാസീൻ ഓതാൻ അല്ലാഹുവിന്റെ മുത്തൊളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. സൂറത്ത് യാസീൻ ഓത്. ഈ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ ദാഹമെല്ലാം അല്ലാഹു തആല ലഘുവാക്കി കൊടുക്കും. അത്രയും ദാഹമാണ്. അപ്പൊ നമുക്കൊരു ദാഹം വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഷാർജ ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ദാഹം മാറും. ഒരു ലെമൺ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ദാഹം മാറൂലേ? മാറും. പക്ഷെ മരിക്കാൻ കിടക്കുന്ന സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുന്ന മനുഷ്യന് എത്ര നാരങ്ങ വെള്ളം നീ കൊണ്ട് കൊടുത്താലും ദാഹം മാറൂല, എത്ര ജ്യൂസ് കുടിച്ചാലും മാറൂല. ഒരു സമുദ്രത്തിലെ വെള്ളം മുഴുവനും കുടിച്ച് തീർത്താൽ പോലും ഒരു മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ ദാഹം തീരൂലെന്നാണ്. അല്ലാഹു സംസം വെള്ളം കുടിച്ച് മരിക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് സംസമിനെ ആദരിക്കണം, ബഹുമാനിക്കണം. നമ്മുടെയൊക്കെ വീടുകളിൽ ചിലപ്പോഴൊക്കെ സംസം വെള്ളം കൊണ്ട് ശേഖരിച്ച് വെച്ചിട്ടുണ്ട്, അല്ലേ? മിക്കുള്ള വീടുകളിലും ഉണ്ടാവും. അത് മരിക്കാൻ കൊടുക്കുമ്പോൾ കുടിക്കാനല്ല, പിന്നെന്തിനാ? സാധാരണ നമ്മൾ സംസം വെള്ളം സൂക്ഷിച്ചു വെക്കുന്നത് മോള് പ്രസവിക്കുമ്പോ കുഞ്ഞിനെ കൊടുക്കാൻ, മോന്റെ കുട്ടി പ്രസവിക്കുമ്പോ, ഭാര്യ പ്രസവിക്കുമ്പോ കുഞ്ഞിനെ കൊടുക്കാം. ജനിക്കുമ്പോ മാത്രമല്ല, മരിക്കുമ്പോഴും സംസം വെള്ളം കുടിച്ചു മരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, വിശുദ്ധമായ ഖുർആൻ ഓത്. ദാഹങ്ങളെല്ലാം അല്ലാഹു മാറ്റിത്തരും. റഅദന്ന സൂറത്തോതലും വേണ്ടുന്നതാ, മൗത്തിന്റെ വേദന കുറയുവാനുതകുന്നതാ. റഅദന്ന സൂറത്തോതലും വേണ്ടുന്നതാ, മൗത്തിന്റെ വേദന കുറയുവാനുതകുന്നതാ.
സഹോദരങ്ങളെ, മരണത്തിന്റെ വേദന എത്രത്തോളം കഠിനമാണ്. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും എല്ലാ നമസ്കാരത്തിന്റെ പിറകെയും ചെയ്തിരുന്ന ദുആയാണ് അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സക്കറാത്തിൽ മൗത്ത്. അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സക്കറാത്തിൽ മൗത്ത്. ആരാണ് ദുആ ഇറക്കുക? അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അനുവാദം ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് അനുവാദം തരുകയാണെങ്കിൽ മാത്രമാണ് ഞാൻ അങ്ങയുടെ പരിശുദ്ധമായ റിസാലത്തിന്റെ റൂഹിനെ പിടിച്ചു കൊണ്ടുപോകുന്നത്. അങ്ങ് അനുവാദം തന്നാൽ മാത്രമേ ഞാൻ കൊണ്ടുപോകുകയുള്ളൂ എന്ന് പറഞ്ഞ് ലോകത്തിന്റെ ഗുരു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ചെയ്തിരുന്ന ദുആയാണ് അല്ലാഹുമ്മ ഹവ്വിൻ അലാ മുഹമ്മദ് സക്കറാത്തിൽ മൗത്ത്. അല്ലാഹുവേ, ഈ മുഹമ്മദിന്റെ മേൽ മരണത്തിന്റെ വേദനയൊന്ന് ലഘൂകരിച്ചു തരണേ തമ്പുരാനെ, ഒന്ന് എളുപ്പമാക്കി തരണേ തമ്പുരാനെ എന്ന് നബിതങ്ങൾ പോലും ദുആ ചെയ്തിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നമുക്ക് ദുആയിരക്കണ്ടേ? നമ്മളും ദുആയിരക്കണ്ടേ? ദുആയിരക്കണം. മരണത്തിന്റെ വേദന കുറയാൻ ദുആയിരക്കണം. മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ അനുഭവിക്കുന്ന വേദന നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ അനുഭവിക്കുന്ന വേദന. സഹോദരങ്ങളെ, മരിക്കാൻ കിടക്കുന്ന സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുന്ന മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, അവൻ നേരിട്ട് കൊണ്ടിരിക്കുന്ന വേദന ഒരു വയറുവേദന പോലെയല്ല, തലവേദന പോലെയല്ല, പ്രസവത്തിന്റെ വേദന പോലെയുമല്ല. സഹോദരങ്ങളെ, മരണത്തിന്റെ വേദന കഠിനമാണ്, കഠോരമാണ്. വർഷങ്ങൾ കഴിഞ്ഞാലും മരണത്തിന്റെ വേദന മാറുന്നതല്ല. അടക്കം ചെയ്ത വർഷങ്ങൾ ആയിരങ്ങൾ കഴിഞ്ഞാലും മയ്യിത്തിനെ കൊണ്ടുപോയി ഖബറടക്കിയിട്ടോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആ മയ്യിത്തിന് ജീവൻ കൊടുത്തിട്ടൊന്ന് ചോദിച്ചു നോക്കിയാൽ ആ മനുഷ്യൻ പറയും, ആദ്യത്തെ വേദന എന്റെ മരണത്തിന്റെ വേദന ഇതേവരെ മാറിയിട്ടില്ല എന്നായിരിക്കും എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അത്രത്തോളം കഠോരമാണ് സക്കറാത്തിന്റെ ഹാലിന്റെ വേദന. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, സക്കറാത്തിന്റെ ഹാലിലുള്ള വേദന മാറണമോ സൂറത്തുർ റഅദ് അവിടെ വെച്ച് പാരായണം ചെയ്യണേ. സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ വെച്ച് നിങ്ങളെ സൂറത്തുർ റഅദ് ഓതി കൊടുക്കണേ. സൂറത്തുർ റഅദ് അത് ഓതിയാൽ ഇൻഷാ അല്ലാഹ് അവന്റെ മരണത്തിന്റെ വേദന പടച്ചവനായ തമ്പുരാൻ അല്പം കുറച്ചു കൊടുക്കും. പ്രസവത്തിന്റെ വേദന പ്രിയപ്പെട്ട ഉമ്മമാർക്ക്, സഹോദരിമാർക്ക് അറിയാം. പ്രസവത്തിന്റെ വേദന എന്ന് പറഞ്ഞാൽ ശാസ്ത്രം പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സിലാക്കിക്കോ, നമ്മുടെ ഉമ്മമാരും സഹോദരിമാരും നമ്മുടെ പെൺകുട്ടികളും പെൺമക്കളും അവരൊക്കെ അനുഭവിക്കുന്ന വേദന എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഒരു അസ്ഥി, ഒരു എല്ല് കയ്യിലോ കാലിലോ നടുവിനോ എവിടെയെങ്കിലും ഒരു സ്ക്രാച്ച് സംഭവിച്ചാൽ വേദന എത്രത്തോളം ആയിരിക്കും? ചെറിയൊരു സ്ക്രാച്ച് സംഭവിച്ചു, പൊട്ടിയിട്ടില്ല, എല്ല് പൊട്ടിയിട്ടില്ല, ചെറിയൊരു സ്ക്രാച്ച് സംഭവിച്ചാൽ പോലും വേദന ഉണ്ടാവൂലേ? ഉണ്ടാവൂലേ? കഠിനമായ വേദന ആയിരിക്കൂലേ? ഉണ്ടാവൂലേ? ഉണ്ടാവും. പ്രസവത്തിന്റെ വേദന എത്രത്തോളം കഠിനാണെന്നറിയോ? നമുക്ക് ഈ ചെറിയ സ്ക്രാച്ച് വന്നാൽ പോലും സഹിക്കാൻ പറ്റൂല, ഒരു ചെറിയ ഒടിവ് വന്നാൽ സഹിക്കാൻ പറ്റൂല വേദന. ഒരു മനുഷ്യന്റെ അസ്ഥികളിൽ 200 അസ്ഥികൾ ഒരുമിച്ച്, 200 അസ്ഥികൾ ഒരുമിച്ച് ഒരേ സമയം ഒരുമിച്ച് ഒടിയുമ്പോഴുള്ള വേദന, അതാണ് പ്രസവത്തിന്റെ വേദന. 50 ഡെൽ യൂണിറ്റ് ശാസ്ത്രം പഠിപ്പിക്കുന്ന വേദനയാണ്. ഒരു ഉമ്മ അനുഭവിക്കുന്ന വേദനയാണ്. ഒരു സഹോദരി ഗർഭിണിയായി പ്രസവിക്കുന്ന സമയത്ത് അനുഭവിക്കുന്ന വേദന. 200 അസ്ഥികൾ ഒരേ സമയത്ത് ഒടിയുമ്പോഴുള്ള വേദന താങ്ങാൻ പറ്റുമോ ഒരു പുരുഷന്? ഒരു പുരുഷന് താങ്ങാൻ പറ്റുമോ? പറ്റൂല. പക്ഷെ നമ്മുടെ ഉമ്മമാര് സഹിക്കുന്നില്ലേ?
സഹോദരങ്ങളെ, ആ വേദനയെക്കാളും കഠിനമായ വേദനയാണ് മരണത്തിന്റെ വേദന. അള്ളാഹു കലിമത്ത് ത്വയ്യിബ ചൊല്ലി മരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെടുക. മരിക്കാൻ സമയത്തും ഖുർആനുമായി ബന്ധപ്പെടുക. എല്ലാ കാര്യത്തിലും വിശുദ്ധമായ ഖുർആൻ നന്മയാണ്. ജീവിതത്തിൽ സാമ്പത്തിക മാന്ദ്യമുണ്ടോ? സാമ്പത്തിക മാന്ദ്യമുണ്ടോ? ദാരിദ്ര്യം കൊണ്ട് നമ്മൾ കഷ്ടപ്പെടുകയാണോ? ഖുർആനുമായി ബന്ധപ്പെട്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു രോഗശയ്യയിൽ കിടക്കുകയാണ്, മരിക്കാൻ വേണ്ടി കിടക്കുകയാണ്, അവസാന ഘട്ടമാണ്. ചില സ്വഹാബത്തുൽ കിറാം വന്നിട്ട് ചോദിച്ചു, ഇബ്നു മസ്ഊദ്, നിങ്ങൾക്ക് 4 പെൺമക്കളുണ്ടല്ലോ, ആ 4 പെൺമക്കൾക്ക് നിങ്ങളുടെ മരണത്തിന് ശേഷം എന്തെങ്കിലും പൈസ സേവിംഗ് ആക്കി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു പൈസ പോലും എന്റെ പെൺമക്കൾക്ക് ഞാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടില്ല. ആ സമയത്ത് സ്വഹാബത്തുൽ കിറാം എന്ന് പറയുകയാണ്, മസ്ഊദ് തങ്ങളെ, നിങ്ങൾ ഇന്നോ നാളെയോ ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു പോയാൽ, അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് നീങ്ങിയാൽ നിങ്ങളുടെ 4 പെൺമക്കളും അനാഥമാകുമല്ലോ. ആ അനാഥ പെൺകുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു ഫണ്ട് ശേഖരണം നടത്താൻ പോകുകയാണ് എന്ന് പറഞ്ഞപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വേണ്ട വേണ്ട, എന്റെ പെൺമക്കൾക്ക് വേണ്ടിയിട്ട് ആരും ഒരു ഫണ്ട് പോലും ശേഖരിക്കണ്ട, ഒരു പൈസ പോലും ആരോടും പോയി ചോദിക്കണ്ട. എന്റെ മക്കൾ ഒരിക്കലും പട്ടിണിയാകില്ല, എന്റെ മക്കൾ ഒരിക്കലും ദാരിദ്ര്യത്തിലകപ്പെടില്ല, എന്റെ മക്കൾ ഒരാളോട് പോലും യാചിക്കേണ്ട അവസ്ഥ വരില്ല, ഒരാളോട് പോലും കൈനീട്ടേണ്ടുന്ന അവസ്ഥ വരില്ല. എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം من قرأ سورة الواقعة في كل ليلة لم يصبه فاقة أبدا. അല്ലാഹുവിന്റെ റസൂല് പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് സ്വഹാബ. എല്ലാ രാത്രിയിലും ആരാണോ വീട്ടിൽ ഖുർആൻ ഓതുക, വീട്ടിലുള്ള ഒരു മനുഷ്യൻ വീട്ടിലോ അല്ലെങ്കിൽ സ്ഥാപനത്തിലോ പള്ളിയിലോ ഇരുന്നിട്ട് അല്ലെങ്കിൽ യാത്രയിലോ ഇരുന്നിട്ട് ആരാണോ വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ വാഖിഅ ഓതുക, അവന് സഹോദരങ്ങളെ ഒരിക്കലും അല്ലാഹു ദാരിദ്ര്യം കൊടുക്കുകയില്ല. സൂറത്തുൽ ഗിനാ, ഐശ്വര്യത്തിന്റെ സമ്പന്നതയുടെ പണത്തിന്റെ പൈസയുടെ ഐശ്വര്യത്തിന്റെ സൂറത്താണ് സൂറത്തുൽ വാഖിഅ. സഹോദരങ്ങളെ, വെറും 5-6 മിനിറ്റ് കൊണ്ട് തീർക്കാൻ കഴിയുന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذا وقعت الواقعة ليس لوقعتها كاذبة خافضة رافعة إذا رجت الأرض رجا وبست الجبال بسا فكانت هباء منبثا وكنتم أزواجا ثلاثة. സഹോദരങ്ങളെ, 5-6 മിനിറ്റ് കൊണ്ട് തീർക്കാൻ കഴിയുന്ന സൂറത്തുൽ വാഖിഅ ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഓതിയാൽ നിങ്ങളുടെ സാമ്പത്തികമായ എല്ലാ പ്രശ്നങ്ങളും പടച്ചവനായ തമ്പുരാന് മാറ്റിത്തരുന്നതാണ്. നിങ്ങൾക്ക് ഓതാൻ അറിയില്ലയോ? നിങ്ങളുടെ മക്കൾ മദ്രസയിൽ പഠിക്കുന്നുണ്ടല്ലോ, 5-ലും 6-ലും 7-ലും 8-ലും +2-ലും മദ്രസയിൽ പഠിക്കുന്ന നല്ലതുപോലെ സുന്ദരമായ ഖുർആൻ ഓതാൻ കഴിയുന്ന മക്കളെ നിങ്ങളുടെ വീട്ടിലുണ്ടോ? ചെറുമക്കളെ നിങ്ങളുടെ വീട്ടിലുണ്ടോ? പേരക്കിടാങ്ങളെ നിങ്ങളുടെ വീട്ടിലുണ്ടോ? ആ മക്കളെ വിളിച്ചിരുത്തിയിട്ട് ഓദിപ്പിക്കണേ. ഓതടാ മോനെ, നിന്റെ വാപ്പയുടെ സമ്പത്തിൽ ബറക്കത്തുണ്ടാകാൻ, നിന്റെ വാപ്പയുടെ ജോലിയിൽ ബറക്കത്തുണ്ടാകാൻ വിശുദ്ധമായ ഖുർആൻ ഓതാൻ പറയണേ. സഹോദരങ്ങളെ, സൂറത്തുൽ ഗിനയാണ് സൂറത്തുൽ വാഖിഅ.
സഹോദരങ്ങളെ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എന്റെ 4 പെൺമക്കള് സൂറത്തുൽ വാഖിഅ പഠിച്ചവരാണ്. അന്നു മുതൽ ഇന്നു വരെയും മുടങ്ങാതെ ഓതിക്കൊണ്ടിരിക്കുന്നവരുമാണ്. അതുകൊണ്ട് എന്റെ പെൺമക്കളെ ഒരിക്കലും പട്ടിണിയാകില്ല. ഉറച്ച വിശ്വാസമാണത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉറച്ച വിശ്വാസമാണ്, എന്റെ 4 പെൺമക്കളും സൂറത്തുൽ വാഖിഅ ഓതുന്നുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം എന്റെ പെൺമക്കൾ പട്ടിണിയാവൂല. അതുകൊണ്ട് എന്റെ മക്കൾക്ക് വേണ്ടി ആരും ഫണ്ട് ശേഖരണം നടത്തണ്ട. അള്ളാഹു അങ്ങനെയുള്ള അവസ്ഥയെ തൊട്ട് കാത്തു രക്ഷിക്കട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും ആക്കട്ടെ. ഹാഫിളീങ്ങളും ഹാഫിളാത്തുകളും ആലിമീങ്ങളും ആലിമാത്തുകളും ആക്കട്ടെ. പടച്ചവനായ തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ നമ്മുടെ വീടുകളിൽ സ്ഥാപനങ്ങളിൽ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഖുർആൻ ഓതണം. സാധാരണ നമ്മൾ മൊയ്ലാരെ വിളിച്ചിട്ട് ഓതിപ്പിക്കാറുണ്ട്, അല്ലേ? പുതുതായിട്ടൊരു വീട് പാല് കാഴ്ച നടത്തുമ്പോൾ യാസീൻ ഓതും, ഖുർആനൊക്കെ ഓതി തന്നെയാണ് തുടക്കം. പക്ഷെ പിന്നീട് ഖുർആൻ ഓതൽ അവിടെ ഉണ്ടാവൂല. വീട് പാല് കാച്ചെന്നല്ലേ ഇവിടെ പറയുന്നേ? പുരവാസ്തു വലിയുന്നോ? പാലിയാച്ചെന്ന് തന്നെ പറയണം. ചില നാടുകളിൽ അങ്ങനെയല്ല. നമ്മളെ കേരളത്തിന്റെ അങ്ങേയറ്റമാണ് ഞാൻ, തിരുവനന്തപുരം. അവിടെ പാലുകാച്ചെന്നാ പറയുക. അപ്പൊ ഇങ്ങേറ്റവും പാലുകാച്ചെന്ന് തന്നെയാണ്, അല്ലേ? അപ്പൊ പാലുകാച്ചിന്റെ അന്ന് ഉസ്താദുമാരെ എല്ലാം വിളിച്ചിട്ട് എന്ത് ചെയ്യും? ഖുർആൻ ഓതിപ്പിക്കും. പക്ഷെ പിന്നീട് ഖുർആനുമായിട്ട് യാതൊരു ബന്ധവും നമുക്കുണ്ടാവൂല. പോരാ, ഖുർആനുമായി എപ്പോഴും നമുക്കൊരു കണക്ഷൻ ഉണ്ടാകണം. കാരണം ഈ ഖുർആൻ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മളില്ല. ഈ ഖുർആൻ ഇല്ല എങ്കിൽ നമുക്ക് നന്നാകാൻ പറ്റൂല. ഖുർആൻ ഇല്ല എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഈ സംഗമമേ ഇല്ല. ഈ സംഗമത്തിനെ കുറിച്ച് ചിന്തിക്കാനേ പറ്റൂല. ഈ പ്രഭാഷണത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? പറ്റൂല. ഖുർആനിൽ ആയത്തില്ലാതെ നമുക്ക് എവിടെ നിന്ന് പ്രഭാഷണം വരും? എന്ത് പ്രസംഗിക്കും? എന്ത് സംഭാഷണം നടത്തും? അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സഹോദരങ്ങളെ, പടച്ചവനായ തമ്പുരാൻ ചില കാര്യങ്ങളെ ബഹുമാനിച്ചിട്ടുണ്ട്, ആദരിച്ചിട്ടുണ്ട്. ഇന്നല്ലാഹ ഇസ്തഫാ മിനൽ മലായികത്തി റുസുലാ വസ്തഫാ മിനൻ നാസി റുസുലാ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മലക്കുകളിൽ നിന്നും പടച്ചവനായ തമ്പുരാൻ ചില മലായികത്തുകളെ അല്ലാഹു ആദരിച്ചിട്ടുണ്ട്. മനുഷ്യന്മാരിൽ നിന്നും ചില പ്രവാചകന്മാരെ അല്ലാഹു ആദരിച്ചിട്ടുണ്ട്. അതേപോലെ വസ്തഫാ മിനൽ കലാമി ദിക്റഹു വസ്തഫാ മിനൽ മലായികത്തി ദിക്റഹു. പടച്ചവനായ തമ്പുരാൻ ആദരിച്ച ചില സംഭാഷണങ്ങളുണ്ട്, സംസാരങ്ങളുണ്ട്. സംസാരങ്ങളിൽ നിന്ന് അല്ലാഹു ആദരിച്ച സംസാരമാണ് ദിക്റഹു, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ആദരിച്ചതാണ്. അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കല് നിർബന്ധമാണ്. കാരണം വിശുദ്ധമായ ഖുർആന്റെ താക്കീതാണ്. അല്ലാഹു ആദരിച്ചതിനെ ആദരിച്ചേ മതിയാകൂ. നിർബന്ധമാണ്, സുന്നത്തല്ല, ജായിസും അല്ല. നിർബന്ധമായിട്ടും അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണം. അല്ലാഹു ബഹുമാനിച്ച ഒന്നാണ് ദിക്റഹു, സംസാരങ്ങളിൽ വിശുദ്ധ ഖുർആൻ അല്ലാഹു ആദരിച്ചതാണ്. നമ്മൾ ആദരിക്കാറുണ്ടോ? ആദരിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആൻ പാരായണം മാത്രമല്ല, ആ ഖുർആനിനെ ആദരിക്കണം. എപ്പോഴും നമ്മുടെ തലയ്ക്ക് മുകളിലായിരിക്കണം ഖുർആൻ. ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും ഖുർആൻ എപ്പോഴും നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെക്കണം. ഒന്നോടുകൂടി ഖുർആൻ എടുക്കണം, അല്ലേ? അതൊക്കെ ആദരവിന്റെ ഭാഗമാണ്. لا يمسه إلا المطهرون تنزيل من رب العالمين إنه لقرآن كريم في كتاب مكنون لا يمسه إلا المطهرون تنزيل من رب العالمين.
അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു ശുദ്ധിയോടുകൂടിയല്ലാതെ ഖുർആൻ തൊടാൻ പാടില്ല. അത് ആദരവിന്റെ ഭാഗമാണ് സഹോദരങ്ങളെ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഒരു നജസ് പോലും പറ്റാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണേ. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു സഹോദരങ്ങളെ ശത്രുവിന്റെ വെട്ടേറ്റുകൊണ്ട് മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ്. ശത്രുവിന്റെ വെട്ടേറ്റുകൊണ്ട് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നു. രക്തം ശരീരത്തിൽ നിന്നും ധാരധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിൽ നിന്നും വെട്ടേറ്റുകൊണ്ട് ആ വെട്ടുന്ന സമയത്ത് തെറിച്ച് വിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഓതിക്കൊണ്ടിരുന്ന ഖുർആനിലേക്ക് ആയത്തിന്റെ ഒരു ആയത്തിലേക്ക് രക്തം തെറിച്ച് വീഴുകയാണ്. ഫസയക്ഫീകഹുമുല്ലാഹ് വഹുവസ് സമീഉൽ അലീം. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ ഒരായത്താണ്. ആ ആയത്തിന്റെ മുകളിലേക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ നിന്നും ഒരു തുള്ളി രക്തം അങ്ങ് തെറിച്ച് വീഴുന്നു. മരിക്കാൻ വേണ്ടി കിടക്കുകയാണ്. വെട്ടിന്റെ പ്രഹരം കൊണ്ട് സഹോദരങ്ങളെ വേദന സഹിക്കവയ്യാതെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പ്രയാസപ്പെടുമ്പോഴും ഖുർആനിന്റെ മുകളിൽ വീണ രക്തമുണ്ടല്ലോ, അത് നജസാണല്ലോ, അത് അശുദ്ധമാണല്ലോ, അത് മലിനമാണല്ലോ. ആ നജസ് നീക്കാൻ വേണ്ടിയിട്ട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ശ്രമിച്ചു എന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുമ്പോ, ആ നജസ് തന്നെ ഖുർആനിൽ നിന്ന് നീക്കിക്കളഞ്ഞു എന്ന് പഠിപ്പിക്കുമ്പോ, സഹോദരങ്ങളെ, നമ്മുടെ വീട്ടിന്റെ പല ഭാഗത്തായിട്ട് ഖുർആൻ ഇരിപ്പുണ്ട്. പൊടിപടലങ്ങൾ പിടിച്ചിരിക്കുകയാണ്, മാറാലകൾ പറ്റി പിടിച്ചിരിക്കുകയാണ്. എത്രയോ സ്ഥലങ്ങളിലാണ് ഖുർആൻ ഇരിക്കുന്നത്. പക്ഷേ അവിടെ പല്ല് കാട്ടിക്കുന്നുണ്ട്, പല ജീവികളും അവിടെ കാട്ടിക്കുന്നുണ്ട്, മൂത്രിക്കുന്നുണ്ട്. പക്ഷേ നമുക്കതിൽ യാതൊരു ഗൗരവവുമില്ല, ഒരു ഗൗരവവുമില്ല. ഇന്ന് ഖുർആൻ വാഹനങ്ങളിൽ എഴുതി പിടിപ്പിച്ചിട്ട് എന്ത് ചെയ്യും? ഖുർആനെ ബറക്കത്തിന് വേണ്ടിയിട്ടാണ്. ഖുർആനും ഖുർആനിന്റെ വാചകങ്ങളും ആയത്തുകളും ആയത്തിന്റെ പകുതിയും മുക്കാലും അല്പമൊക്കെ ഓരോ കലിമത്തുകൾ എടുത്തിട്ട് സഹോദരങ്ങളെ വാഹനത്തിൽ എഴുതും. എന്നിട്ട് എന്ത് ചെയ്യും? ഏതെങ്കിലും മരത്തിന്റെ ചോട്ടിൽ കൊണ്ട് താഴെ അല്ലേ, മരത്തിന്റെ ചോട്ടിൽ കൊണ്ടിടും വാഹനം, തണല് കിട്ടാൻ വേണ്ടി. എന്താ സംഭവിക്കുക? 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ജ്യൂസൊക്കെ കുടിച്ച് തിരിച്ചു വരുമ്പോ ആ വാഹനത്തിൽ പക്ഷികൾ കാഷ്ടിച്ചിട്ടുണ്ടാകും അല്ലേ? എവിടെയായിരിക്കും കാഷ്ടിച്ചിട്ടുണ്ടാകുക? ഖുർആൻ എഴുതിയ ആ സ്ഥലത്ത്, മാഷാ അല്ലാഹ് എഴുതിയ സ്ഥലത്ത്, ഹാദാ മിൻ ഫളിൽ റബ്ബി എന്ന് എഴുതിയ സ്ഥലത്ത് കാക്ക കാഷ്ടിച്ചിട്ടുണ്ടാകും. ആരാ ഉത്തരവാദി? ഈ കാക്കയ്ക്ക് അറിഞ്ഞൂടാ ഇത് ഖുർആൻ ഈ വണ്ടിയിൽ എഴുതിയിരിക്കുന്നത് മാഷാ അല്ലാഹയാണ്, അള്ളാഹുവിന്റെ നാമമാണെന്ന് കാക്കയ്ക്ക് അറിഞ്ഞൂടല്ലോ. പക്ഷെ കാറ് കൊണ്ടിടുന്ന കാക്കാക്കൊരു ബോധം വേണ്ടേ? മുകളിലിരിക്കുന്ന കാക്കയ്ക്കൊരു ബോധം ഇല്ല. പക്ഷെ വണ്ടി കൊണ്ടിടുന്ന കാക്കാക്കൊരു ബോധം വേണ്ടേ? എന്തിനാ അങ്ങനെ എഴുതുന്നത്? എഴുതിയിട്ട് ബറക്കത്ത് കിട്ടോ? അങ്ങനെ എഴുതിയത് കൊണ്ട് വണ്ടി ഇടിക്കാതിരിക്കുന്നുണ്ടോ? വണ്ടി കേട് വരാതിരിക്കുന്നുണ്ടോ? പെട്രോൾ തീരാതിരിക്കുന്നുണ്ടോ? ഒന്നുമില്ല. 756 നമ്പർ വെച്ചത് കൊണ്ട് വണ്ടി ഇടിക്കാതിരിക്കുന്നുണ്ടോ? 6666 നമ്പർ വെച്ചത് കൊണ്ട് വണ്ടിക്ക് കേടുപാടുകൾ സംഭവിക്കാതിരിക്കുന്നുണ്ടോ? ഇതെല്ലാം നമുക്കുണ്ട്. പക്ഷെ നമുക്ക് ദീനുമായിട്ട് ബന്ധമൊന്നുമില്ല. നമ്മൾ ഖുർആൻ എഴുതിയാണ് വണ്ടി ഓടിക്കുന്നത്. എല്ലാം ഇതൊക്കെ സംഭവം ശരിയാണ്. പക്ഷെ നമുക്ക് ഖുർആനുമായി യാതൊരു ബന്ധവുമില്ല. വണ്ടിയിലൊക്കെ എഴുതി വെക്കും, അത് പേരിന് വേണ്ടി. എല്ലാരും എഴുതുന്നു, ഞാനും എഴുതുന്നു. അവൻ മാഷാ അല്ലാഹ് പച്ച കളറിലാണ് എഴുതിയത്, ഞാൻ ചുമന്ന കളറിൽ എഴുതും. അവൻ ചുവപ്പും പച്ചയും എഴുതിയത്, ഞാൻ ചുവപ്പും പച്ചയും വെള്ളയും കൂടി ചേർത്ത് എഴുതി. മാഷാ അല്ലാഹ് എഴുതി പിടിപ്പിച്ച് നമ്മൾ അതിനെ നജസിന്റെ മുമ്പിലേക്ക് കൊണ്ട് തള്ളിയിടുകയാണ്. സഹോദരങ്ങളെ, കണക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് ആവശ്യമാണെങ്കിൽ മാത്രം, അതിനെ ആദരിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ومن يعظم شعائر الله فإنها من
تقوى القلوب ومن يعظم شعائر الله فإنها من تقوى القلوب. അല്ലാഹു ആദരിച്ചതിനെ അല്ലാഹുവിന്റെ ചിഹ്നങ്ങളാകുന്ന അല്ലാഹു ബഹുമാനിച്ച ചിഹ്നങ്ങളെ ആദരിക്കുക എന്ന് പറയുന്നത് അത് തഖ്വയുടെ ഭാഗമാണ്. അല്ലാഹുവിനെ ഭയക്കുന്നതിന്റെ ഭാഗമാണ്. അല്ലാഹുവിനെ സൂക്ഷിക്കുന്നതിന്റെ ഭാഗമാണ്. അല്ലാഹുവിനെ പേടിക്കുന്നതിന്റെ ഭാഗമാണ്. അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കുക എന്ന് പറയുന്നത് പടച്ചവനായ തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, വിശുദ്ധമായ ഖുർആൻ നെഞ്ചോട് ചേർക്കണേ. നമ്മുടെ മക്കളും മദ്രസയിൽ ഖുർആൻ കൊണ്ടുപോകാറുണ്ടല്ലോ. പല കുട്ടികളും ഇന്ന് ഖുർആനും ബാഗിൽ വെച്ചിട്ടത് പുറകു ഭാഗത്ത് തൂക്കിയിട്ടിട്ടാണ് പോകുക. നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണേ, ഖുർആൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടാണ് മദ്രസയിൽ കൊണ്ടുപോകേണ്ടത്. എളുപ്പത്തിന് വേണ്ടിയിട്ട് ബാഗിലേക്ക് ഖുർആൻ വെച്ചിട്ട് ബാഗെടുത്ത് മുതുകു ഭാഗത്ത് നമ്മൾ തൂക്കിയിരിക്കുകയാണ്. പാടില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അങ്ങനെ ഏതെല്ലാം രീതിയിൽ ബഹുമാനിക്കാൻ കഴിയുമോ, ആദരിക്കാൻ കഴിയുമോ, അതേ രീതിയിൽ ആദരിക്കുക, ബഹുമാനിക്കുക. പടച്ചവനായ തമ്പുരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് വിശുദ്ധമായ ഖുർആനുമായിട്ടൊരു ബന്ധം ഇൻഷാ അല്ലാഹ് ഈ റജബ് മാസത്തിൽ ഉണ്ടാക്കിയെടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എന്ന് പറയും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആൻ ഇനി ഓതാൻ പറ്റൂലെങ്കിൽ ഖുർആൻ കേൾക്കാനെങ്കിലും പറ്റുമോ? നമുക്ക് ഖുർആൻ കേൾക്കാനുള്ള സൗകര്യങ്ങളില്ലേ? ഉണ്ടോ? ഇല്ലേ? മൊബൈലിൽ നിന്ന് യൂട്യൂബ് എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഖുർആൻ എന്ന് അടിച്ചു കൊടുത്താൽ മതി. ഇംഗ്ലീഷിൽ ധാരാളം കാര്യങ്ങളുടെ ഖുർആൻ പാരായണങ്ങൾ മനോഹരമായ ശൈലിയിൽ എന്തോരു സുന്ദരമാണ്. ഹറമിലെ ഇമാമിങ്ങൾ, മസ്ജിദുൽ ഹറാമിലെ, മസ്ജിദുൽ നബവിയിലെ, മസ്ജിദുൽ അഖ്സയിലെ തുടങ്ങിയ ധാരാളം പള്ളികളിലെ കാര്യങ്ങളുടെ ഖിറാത്തുകൾ ഇങ്ങനെ കിട്ടും. അതെടുത്ത് വെറുതെ ഒന്ന് കേട്ടുകൊണ്ടിരുന്നാൽ സഹോദരങ്ങളെ നമുക്ക് എന്താ നഷ്ടം? അതിനുണ്ടല്ലോ പ്രതിഫലം. എത്രയോ ചെറുപ്പക്കാർ, ഇവിടെ ധാരാളം ചെറുപ്പക്കാരുണ്ടല്ലോ, അവരോട് ഞാൻ പറയുകയാണ്, നമുക്ക് ടെൻഷൻ മാറാനും പ്രയാസങ്ങൾ മാറാനും അങ്ങനെയുള്ള എന്തെല്ലാം കാര്യങ്ങൾ മാറാനും നമ്മൾ എന്ത് ചെയ്യും? ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് പാട്ട് കേൾക്കലാണ്. സിനിമാ പാട്ടുകൾ, യാത്ര പോകുമ്പോ സിനിമാ പാട്ടുകൾ, വെറുതെ ഇരിക്കുമ്പോ പാട്ടുകൾ, മ്യൂസിക്കുള്ള നബിതങ്ങൾ ഹറാമാക്കിയ പാട്ടുകൾ, അതിനേക്കാൾ എത്രയോ ഉത്തമമാണ് വിശുദ്ധ ഖുർആൻ കേൾക്കുക, ഖുർആൻ പാരായണങ്ങൾ കേൾക്കുക. നമ്മുടെ മക്കളെ വിളിച്ചിരുത്തിയിട്ട് ഓതാൻ പറയണം അവരോട്, എന്നിട്ടത് കേൾക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇവിടെ ഖുർആൻ ഓതി കേട്ടവർ തന്നെയാണ് ഇതുവരെയും നന്മയിലേക്ക് വന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖുർആൻ കണ്ടിട്ടല്ല, ഖുർആൻ പഠിച്ചിട്ടുമല്ല ഇസ്ലാമിലേക്ക് വന്നത്. നബിതങ്ങളെ കൊല്ലാൻ വേണ്ടി വന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുർആൻ കേട്ടിട്ടാണ്, അല്ലേ? ഖുർആൻ കേട്ടിട്ടാണ് ഇസ്ലാമിലേക്ക് വന്നത്. طه ما أنزلنا عليك القرآن لتشقى إلا تذكرة لمن يخشى تنزيلا ممن خلق الأرض والسماوات العلى. സൂറത്ത് തോഹ കേട്ടിട്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നത്. കേട്ടാൽ മാറ്റം ഉണ്ടാകും, മനസ്സിലൊരു കുളിർമയാണ് ഖുർആൻ കേട്ടാൽ. ഇതുവരെയെങ്കിലും നമ്മള് നിസ്കാരത്തിൽ എത്രയോ നാളുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹ കേട്ടുകൊണ്ടിരിക്കുന്നു. മടുപ്പ് വന്നിട്ടുണ്ടോ? അലസത വന്നിട്ടുണ്ടോ? എത്രയോ സൂറത്തുകൾ മഗ്രിബിന് ഇന്നും നമ്മൾ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ കേട്ടോ.
2 ദിവസം കഴിയുമ്പോൾ വീണ്ടും മഗ്രിബിന് ഇമാമോദും ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. നമ്മൾ പറയാറുണ്ടോ ഇത് എല്ലാ ദിവസവും കേൾക്കുന്നതാണല്ലോ ഈ സൂറത്ത്, വേറെ സൂറത്ത് ഓതിക്കൂടെ എന്ന് നമ്മൾ പറയാറുണ്ടോ? സൂറത്തുൽ ഫാത്തിഹ എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണല്ലോ. നാളെ മുതൽ ഫാത്തിഹ ഓതണ്ട നമ്മൾ ഇതുവരെ പറയാറുണ്ടോ? സഹോദരങ്ങളെ, എത്ര കേട്ടാലും മതിവരാത്തതാണ് വിശുദ്ധ ഖുർആൻ. അതാണ് അതിന്റെ വശ്യത, അതിന്റെ മനോഹാരിത. അതാണ് ലോകത്തിന്റെ പ്രവാചകർ മുത്തുളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാലഘട്ടത്തിൽ സഹോദരങ്ങളെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഭാഗത്ത് നിന്നും പാതിരാ സമയത്ത് രാത്രിയിൽ എല്ലാവരും നിദ്രയിലാണ്ട് കിടക്കുകയാണ്. പാതിരാത്രിയാണ്. എല്ലാവരുടെയും കർണപുടങ്ങളിൽ തുളച്ചു കയറുന്നൊരു മാസ്മരികമായ ശബ്ദം എല്ലാവരുടെയും വീടിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ അലയടിക്കുകയാണ്. എല്ലാവരും ഞെട്ടിയുണർന്നു. മുസ്ലിമീങ്ങൾ മാത്രമല്ല, മുശ്രിക്കീങ്ങളും കാഫിരീങ്ങളും ഇസ്ലാമിനെ എതിർക്കുന്നവരും എല്ലാവരും ഞെട്ടിയുണർന്നു. എല്ലാവരും ഞെട്ടിയുണർന്നു നോക്കുമ്പോ സഹോദരങ്ങളെ, ഇതേവരെ കേട്ടിട്ടില്ലാത്ത നല്ല മനോഹരമായ ഗദ്യം, മനോഹരമായ പദ്യം, മനോഹരമായ ആലാപനം. എല്ലാവരും വീട്ടിന്റെ അകത്തളങ്ങളിൽ നിന്നും പുറത്തേക്കിറങ്ങി. എവിടെ നിന്നാണ് ഇത് കേൾക്കുക? പാതിരാത്രിയാണ്. എവിടെ നിന്നാണ് ഇത് കേൾക്കുക? എല്ലാവരും വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോ സഹോദരങ്ങളെ, പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഭാഗത്ത് നിന്നാണ് ആലാപനം കേൾക്കുക. എല്ലാവരും അവിടെ കൂടുകയാണ്. ഇതേവരെ കേട്ടിട്ടില്ലാത്ത സംഗീതമാണ്. എന്തോരു മനോഹരമാണ്, സുന്ദരമാണ് കേട്ടുകൊണ്ടിരിക്കാൻ. അതൊന്ന് നേരിട്ടൊന്ന് ആസ്വദിക്കാൻ വീട് വിട്ടിറങ്ങുകയാണ് മുശ്രിക്കീങ്ങൾ. ആരെല്ലാമാണ്? അബൂജഹലുണ്ട്, ഉത്ബത്തുണ്ട്, ശൈബത്തുണ്ട്. സഹോദരങ്ങളെ, അങ്ങനെ തുടങ്ങി ധാരാളം മുശ്രിക്കീങ്ങളുടെ നേതാക്കന്മാരുൾപ്പെടെ ധാരാളം പേര് പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഭാഗത്തേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ ഒരു മനുഷ്യരെന്ന് കൊണ്ട് വിശുദ്ധമായ ഖുർആൻ ഓതുകയാണ്. വിശുദ്ധമായ ഖുർആൻ ഓതുകയാണ്. ആരാണ് ആ ഖുർആൻ ഓതുന്നത്? അല്ലാഹുവിന്റെ റസൂലാണ്, അറിവിന്റെ ബഹറാണ്. 14 രാവിലെ പൂർണ്ണ തെളിവാണ്. ഹിജാസിലെ പൂവാണ് തങ്ങൾ, അല്ലാഹുവിന്റെ ഹബീബാണ്. ഹിജാസിലെ പൂവാണ് തങ്ങൾ, അല്ലാഹുവിന്റെ ഹബീബാണ്. അല്ലാഹുവിന്റെ റസൂലാണ്, അറിവിന്റെ ബഹറാണ്. 14 രാവിലെ പൂർണ്ണ തെളിവാണ്. ഹിജാസിലെ പൂവാണ് തങ്ങൾ, അല്ലാഹുവിന്റെ ഹബീബാണ്. ഹിജാസിലെ പൂവാണ് തങ്ങൾ, അല്ലാഹുവിന്റെ ഹബീബാണ്. ലോകത്തിന്റെ ഗുരുവായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിരുന്ന് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. ഖുർആൻ പാരായണം ചെയ്യുന്നു. ഏതാണ് സൂറത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والنجم إذا هوى ما ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى علمه شديد القوى ذو مرة فاستوى وهو بالأفق الأعلى ثم دنا فتدلى. സൂറത്തുൽ നജ്മിലെ ഏതാനും ആയത്തുകൾ ഇങ്ങനെ ഓതുകയാണ്. ഇത് കേട്ടുകൊണ്ട് മുശ്രിക്കീങ്ങളെ പോലും കാഫിരീങ്ങളെ പോലും സ്തബ്ധരായി നിന്നു പോകുന്നു. ആ സൂറത്തിന്റെ അവസാനം സഹോദരങ്ങളെ നബിതങ്ങൾ ഓതി നിർത്തുകയാണ്. ഫസ്ജുദൂ ലില്ലാഹി വഅബ്ദുഹു. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ നജ്ം അവസാനിപ്പിക്കുകയാണ്. നബിതങ്ങൾ ആ ആയത്ത് അങ്ങോട്ട് ഓതുന്നു. തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ട ആയത്താണ്. സുജൂദ് ചെയ്യേണ്ട തിലാവത്തിന്റെ ആയത്താണ്. ആ ആയത്ത് അങ്ങോട്ട് ഓതിയിട്ട് നബിതങ്ങൾ സുജൂദ് ചെയ്യുന്നു.
നബി തങ്ങൾ സുജൂദ് ചെയ്ത പാടെ അവിടെ നിന്ന് മുശ്രിക്കീങ്ങളും കാഫിരീങ്ങളും എല്ലാം സുജൂദ് ചെയ്യുകയാ. അബൂജഹലും ഉത്ബത്തും ശൈബത്തും എല്ലാം ഈ ഖുർആൻ പാരായണം കേട്ടിട്ട് അറിയാതെ സുജൂദ് ചെയ്യുകയാണ്. ഇന്നലെ വരെ ഖുർആനിനെ തള്ളിപ്പറഞ്ഞവരാണ്. ഇന്നലെ വരെ അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നതിനെ തള്ളിപ്പറഞ്ഞവരുണ്ടല്ലോ. സഹോദരങ്ങളെ, ഖുർആൻ ഓതിയിട്ട് നബി തങ്ങൾ സുജൂദ് ചെയ്തപ്പോ അത് കണ്ടിട്ട് അറിയാതെ സുജൂദിൽ വീണുപോയി. അറിയാതെ അബൂജഹലും സുജൂദിൽ വീണുപോയി. എല്ലാരും സുജൂദിൽ കിടക്കേണ്ട. ഇത് ഖുർആനിന്റെ വശ്യതയാണ്, ഖുർആന്റെ മനോഹാരിതയാണ്. സഹോദരങ്ങളെ, ഈ വിശുദ്ധമായ ഖുർആൻ തൊടാനും ഓതാനും പിടിക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ. പിന്നെ എന്തുകൊണ്ട് ഖുർആനുമായിട്ട് നമുക്കൊരു കണക്ഷൻ ഉണ്ടാകുന്നില്ല? ഇൻഷാ അല്ലാഹ് ഉണ്ടാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് കണക്ഷൻ ഉണ്ടാക്കാൻ റമളാൻ വരെ നമ്മൾ കാത്തിരിക്കണ്ട. റമളാൻ വരെ നമ്മൾ കാത്തിരിക്കണ്ട. ഇന്നു മുതൽ, നാളെ മുതൽ ഇൻഷാ അല്ലാഹ് സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഖുർആൻ ഓതാൻ വേണ്ടി തുടങ്ങണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയിൻ. അല്ലാഹു ഇതിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഖുർആൻ എപ്പോഴും നമ്മുടെ കൂടെയുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമ്മളോടൊപ്പം ഉണ്ടാവും. നമ്മൾ ഖുർആൻ നോക്കുന്നിടത്തോളം കാലം നമ്മൾ നോക്കുന്നത് നബിതങ്ങളെയാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ, ഉലമാക്കൾ പഠിപ്പിക്കുന്നു. നിങ്ങൾ നബിതങ്ങളെ കണ്ടിട്ടില്ലേ? നിങ്ങൾക്ക് നബിതങ്ങളെ കാണണോ? വിശുദ്ധ ഖുർആൻ നിങ്ങൾ നോക്ക്. ഖുർആൻ നിങ്ങൾ നോക്കിയാൽ അത് നബിതങ്ങളെ നോക്കുന്നതിന് തുല്യമാണെന്ന് സഹോദരങ്ങളെ ബഅദുൽ കിബാർ പഠിപ്പിക്കുകയാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്, ഉലമാക്കൾ. ഖുർആൻ നോക്കിയാൽ അത് നബിതങ്ങളെ നോക്കുന്നതിന് തുല്യമാണ്. കാരണം കാന ഖുലുഖുഹു അൽ ഖുർആൻ, നബിതങ്ങളുടെ സ്വഭാവം, നബിതങ്ങളുടെ നടത്തം, നബിതങ്ങളുടെ നോട്ടം, നബിതങ്ങളുടെ വാക്ക്, നബിതങ്ങളുടെ പ്രവർത്തനം, നബിതങ്ങളുടെ ചിന്ത, ഇത് മുഴുവനും ഖുർആനാണ്. മുഴുവനും ഖുർആനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഖുർആൻ നമ്മുടെ സ്വഭാവമാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആനിന്റെ സംസ്കാരം, ഖുർആൻ കേൾക്കാൻ എത്ര ദീർഘിച്ചാലും അത് കേട്ടുകൊണ്ട് നിൽക്കാൻ നമുക്ക് കഴിയണം. അതൊരു ഈമാനികമായ പവറാണ്. അത് ഈമാനിക ശക്തിയുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ, എല്ലാവർക്കും പറ്റൂല. ഇനി കേൾക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഖുർആൻ വെറുതെ ഒന്ന് എടുത്ത് നോക്കാനെങ്കിൽ നമ്മൾ സമയം കണ്ടെത്തണം. പറ്റൂലേ? ഇൻഷാ അല്ലാഹ് പറയും, ഇൻഷാ അല്ലാഹ് പറയും. അല്ലാഹു തൗഫീഖ്. വെറുതെ എടുത്ത് നോക്കാം, വെറുതെ എടുത്ത് നോക്കാൻ. എത്രയോ ഹൈന്ദവ സഹോദരങ്ങൾ ഖുർആൻ പഠിച്ചിട്ടാണ്, അല്ലേ? ക്രിസ്ത്യൻ സഹോദരങ്ങൾ, എത്രയോ മിഷണറിമാർ, എത്രയോ പുരോഹിതന്മാർ, ക്രിസ്തീയ പുരോഹിതന്മാർ, വലിയ സാഹിത്യ പടുക്കൽ പ്രഭാഷകന്മാർ, ഇവരൊക്കെ ഖുർആൻ പഠിച്ചിട്ടാണ് ഇസ്ലാമിലേക്ക് വരിക. ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആൻ നോക്കാതെ പഠിക്കാൻ പറ്റുമോ? അവര് ഖുർആൻ പഠിക്കാൻ സമയം കണ്ടെത്തി എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് സമയമില്ല, നമുക്ക് സമയമില്ല സഹോദരങ്ങൾ. അതുകൊണ്ട് ഖുർആൻ പഠിക്കാൻ സമയം കണ്ടെത്തണം. അത് വാജിബാണ്, നിർബന്ധമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഖുർആനുമായി കണക്ഷൻ വേണം, നാളെ മുതൽ ഉണ്ടാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റമളാൻ വരുമ്പോ നമുക്ക് ഇൻഷാ അല്ലാഹ് ധാരാളം ഖത്മുകൾ ഓതാൻ കഴിയണം. അതിനൊരു എളുപ്പത്തിന് വേണ്ടി ഇപ്പോഴേ നമ്മൾ തുടങ്ങണം. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ 3 നഷ്ടമില്ലാത്ത കച്ചവടങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. 3 നഷ്ടമില്ലാത്ത കച്ചവടം. തിജാറത്തല്ലൻ തബൂർ. ഒരു മനുഷ്യൻ എപ്പോഴും സന്തോഷവും ആനന്ദവും മനസ്സിന് കുളിർമയും ലാഭവും കൊടുക്കുന്ന 3 കച്ചവടം. അതേതാണ്? അതിലൊന്നാമത്തതാണ് ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഓതുക. ഇത് ഒന്നാമത്തെ അല്ലാഹു തആല പറഞ്ഞു തന്ന, പഠിപ്പിച്ചു തന്ന കച്ചവടമാണ്. ഈ കച്ചവടം നമ്മൾ ഏറ്റെടുക്ക്, ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകും, ലാഭം ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ കച്ചവടം ഏതാണ്? ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഖാമുസ്സലാ.
രണ്ടാമത് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരുന്ന കച്ചവടം ഏതാണ്? അത് നമസ്കാരമാണ്. നമസ്കാരമാണ്. സഹോദരങ്ങളെ, നമസ്കരിക്കുക എന്നുള്ളതല്ല, നമസ്കാരം നിലനിർത്തുക എന്നുള്ളതാണ്. എപ്പോഴെങ്കിലും നമസ്കരിക്കുക എന്നുള്ളതല്ല, തോന്നുമ്പോൾ നമസ്കരിക്കുക എന്നുള്ളതല്ല. ആരെയെങ്കിലും കാണിക്കാനോ ആരെയെങ്കിലും പ്രീതിപ്പെടുത്താനോ ആരെങ്കിലും പറഞ്ഞതിന്റെ പേരിൽ മാത്രം, അല്ലെങ്കിൽ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങളെ സാധിച്ചെടുക്കാൻ വേണ്ടി മാത്രം നമസ്കരിക്കുന്ന നമസ്കാരത്തിനെ കുറിച്ചല്ല അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്. നഷ്ടമില്ലാത്ത കച്ചവടം എന്ന് പറഞ്ഞത് നമസ്കാരം എന്നെന്നും നിലനിർത്തലാണ്. ഇന്ന് നമസ്കാരം നിസ്കരിക്കാറുണ്ട്, പള്ളിയിൽ വന്ന് തന്നെ നമസ്കരിക്കാറുണ്ട്. ചിലര് കല്യാണം കഴിക്കാൻ വേണ്ടി നിസ്കരിക്കും, ചിലര് പരീക്ഷയിൽ ജയിക്കാൻ വേണ്ടി നിസ്കരിക്കും, ചിലര് ജോലി എളുപ്പമാകാൻ വേണ്ടി നമസ്കരിക്കും, ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമസ്കരിക്കും. പോരാ സഹോദരങ്ങളെ, നമസ്കാരം എന്നും എപ്പോഴും ഉള്ളതാണ്. അതാർക്കും വേണ്ടി നമസ്കരിക്കുന്നതല്ല. എന്നാൽ നമസ്കരിക്കുന്ന ഒരാൾക്ക് ഏതൊരു ആവശ്യവും പടച്ചവനായ തമ്പുരാനും പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാത്ത് വഇന്നഹാ ലകബീറ ഇല്ലാ അലൽ ഖാശിഈൻ واستعينوا بالصبر والصلاة إن الله مع الصابرين إن الذين آمنوا وعملوا الصالحات وأقاموا الصلاة وآتوا الزكاة رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة إنما يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وأقم الصلاة لذكري ومقيم الصلاة. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ നമസ്കാരത്തിനെ കുറിച്ച് എവിടെയെല്ലാം പ്രതിപാദിച്ചിട്ടുണ്ടോ, ഖുർആനിനെ കുറിച്ച് പടച്ചവനായ തമ്പുരാൻ വിശുദ്ധമായ ഗ്രന്ഥത്തിലൂടെ എവിടെ നിന്നെല്ലാം ഏതെല്ലാം ഭാഗത്തിലൂടെ പറഞ്ഞിട്ടുണ്ടോ, അവിടെയെല്ലാം നിസ്കാരത്തിന് വേണ്ടി അല്ലാഹു പ്രയോഗിച്ച പദം അഖാമുസ്സലാ വഇഖാമിസ്സലാ നമസ്കാരം നിങ്ങൾ നിലനിർത്തണേ, നിങ്ങൾ മാറ്റി നിർത്തരുത്. നിസ്കാരം നിങ്ങൾ മുറിച്ചു കളയരുതേ, നിർത്തിക്കളയരുതേ. കാര്യം സാധിക്കുമ്പോ നിസ്കാരം സ്റ്റോപ്പ് ചെയ്യുക, അല്ലേ? കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് നിസ്കരിക്കും. ചെറുപ്പക്കാരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കല്യാണ പ്രായമാകുമ്പോ നിസ്കരിക്കുന്നവനാണെന്ന് ആൾക്കാരെ ബോധിപ്പിക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, കുറച്ചു നാളത്തേക്ക് നിസ്കരിക്കും. കാരണം ആരെങ്കിലും ഒന്ന് ചെക്കനെ കുറിച്ച് പുതിയാപ്പിളയെ കുറിച്ച് അന്വേഷിച്ചാൽ നിസ്കാരമുള്ളവനാണെന്ന് ആളുകൾ പറയണമല്ലോ. പ്രത്യേകിച്ച് പള്ളിയുടെ ഇമാമിന്റെ അടുത്ത് പ്രത്യേകിച്ച് ഒന്ന് ചോദിക്കും, ഇന്ന വീട്ടിലെ ചെറുപ്പക്കാരൻ, ഇന്ന ഇച്ചാടെ ചെറുപ്പക്കാരൻ, ആ മകൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോ ആ നിസ്കാരമുള്ളവനാണെന്ന് ഉസ്താദ് പറയണം. അതിനുവേണ്ടി എന്ത് ചെയ്യും, ചെറുപ്പക്കാരൻ നിസ്കരിക്കും. പക്ഷെ നിക്കാഹോടുകൂടി നിസ്കാരവും ഇല്ല, ഒന്നുമില്ല. ആ നിക്കാഹിന്റെ അന്നുമില്ല നിസ്കാരം. നിക്കാഹിന്റെ അന്ന് പോലും സുബഹി ഖളാക്കിയിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ലൊരു മംഗളകർമ്മം ജീവിതത്തിൽ വിശ്വാസത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗം കരസ്ഥമാക്കുന്ന നല്ലൊരു ശുഭമുഹൂർത്തത്തിന്റെ ആ തുടക്കത്തിൽ തന്നെ, പ്രാരംഭത്തിൽ തന്നെ അവന്റെ ദിവസത്തിന്, ആ മംഗള മുഹൂർത്തത്തിന്
പരസ്യമായിട്ട് അവൻ എന്ത് ചെയ്യുകയാണ്? അവഹേളിക്കുകയാണ്, നിസ്കാരത്തിനെ ഖളാ ആക്കുകയാണ്. സുബഹി നമസ്കാരം ഒഴിവാക്കിയിട്ട് എവിടെ ഏതെല്ലാം കർമ്മങ്ങൾ നടത്തിയാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ബറക്കത്തും കിട്ടൂല. നിക്കാഹിന്റെ ദിവസത്തിൽ പോലും തലേ ദിവസം കൂട്ടുകാരോടൊപ്പം ഒരുമിച്ചിരുന്ന് മദ്യപിച്ചിട്ട് മതോന്മത്തരായി സഹോദരങ്ങളെ അന്നത്തെ ദിവസം പാതിരാത്രി മുഴുവനും ഉറക്കമൊഴിഞ്ഞിട്ട് അവസാനം സുബഹി നമസ്കാരം ഖളാ ആക്കിയിട്ട് പിറ്റേന്ന് പോയി നിക്കാഹിനിരുന്നാൽ ആ ദിവസം നഹ്സാൻ, സുബഹി നിസ്കരിക്കാത്ത ദിവസമാണ് നഹ്സ്. അതുകൊണ്ട് നിസ്കാരം വേണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിസ്കാരമില്ലാത്തവന് ഒരു വിലയും ഇസ്ലാമിലില്ല. ആരോ നമസ്കാരം ഒഴിച്ചാൽ പിന്നെ ഒരു സ്ഥാനവും ഇസ്ലാമിലില്ല പൊന്നേ. ജനദൃഷ്ടിയിൽ മതിപ്പുള്ളതായി ഗണിക്കുന്നതാ, മതദൃഷ്ടിയിൽ അവൻ ഹീനനായി തള്ളുന്നതാ. നമസ്കാരമില്ലാത്തവൻ എത്ര നേതാവാണെങ്കിലും, നാട്ടിലെ വലിയ പൗരപ്രമാണിയാണെങ്കിലും, സമ്പന്നനാണെങ്കിലും, ആഡംബരക്കാരിൽ കറങ്ങുന്നവനാണെങ്കിലും, ആഡംബരത്തിന്റെ വീട്ടിൽ വാഹനത്തിൽ കറങ്ങുന്നവനാണെങ്കിലും, ഈ ഭവനത്തിൽ താമസിക്കുന്നവനാണെങ്കിലും, എത്ര സൗന്ദര്യമുള്ളവനാണെങ്കിലും, ജനങ്ങളെല്ലാം ആദരിക്കുന്ന മനുഷ്യനാണെങ്കിലും അവന് നമസ്കാരമില്ലയോ? അല്ലാഹുവിന്റെ അടുക്കൽ ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും പടച്ചവന്റെ മുമ്പിലില്ല. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സുന്ദരമായ ഒരു നാട്ടിലൂടെ ഒരിക്കൽ നടന്നു പോകുകയാണ്. നല്ല സുന്ദരമായ നാടാണ് സഹോദരങ്ങളെ, വർണ്ണശബളമായ നാടാണ്, നല്ല മനോഹാരിതയുള്ള പച്ചപ്പുള്ള നാടാണ്, നല്ല ബലമൂലാദികൾ പിടിച്ചു നിൽക്കുന്ന വൃക്ഷങ്ങളുടെ നാടാണ്, അരുവികൾ ഒഴുകുന്ന ആറുകളുള്ള തോടുകളുള്ള സമുദ്രങ്ങളുള്ള നാടാണ്. എന്തോ ഒരു ഭംഗിയാണ് ആ നാടിനെ കാണാൻ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ നാട്ടിലൂടെ നടന്നു നീങ്ങുമ്പോ അവിടെയുള്ള ആളുകൾ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണുന്നു. ഈസാ നബിയെ വന്ന് അവരെ സൽക്കരിക്കുന്നു. ഈസാ നബിയെ വന്ന് സൽക്കരിക്കുന്നു, നല്ല ഭക്ഷണം കൊടുക്കുന്നു, താമസിക്കാനിടം കൊടുക്കുന്നു, എല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്നു. സഹോദരങ്ങളെ, ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്നും എല്ലാവരോടും യാത്ര പറഞ്ഞ് മടങ്ങി പോകുന്നു. വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈസാ നബി ആ നാട്ടിലേക്ക് മടങ്ങി വരുമ്പോ സുബ്ഹാനല്ലാഹ്, ആ നാടിന്റെ എല്ലാ ശോഭയും മങ്ങിപ്പോയിരിക്കുന്നു. ആ നാടിന്റെ സൗന്ദര്യമെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നാടിന്റെ മനോഹാരിതയെല്ലാം ഇല്ലാതായി പോയിരിക്കുന്നു. പണ്ടുള്ള ഭംഗി കാണാനില്ല, നദികൾ കാണാനില്ല, ഒഴുകുന്ന ആറുകൾ കാണാനില്ല, തോടരുവികൾ കാണാറില്ല. സഹോദരങ്ങളെ, വൃക്ഷങ്ങളെല്ലാം ഉണങ്ങിക്കരിഞ്ഞു നിൽക്കുന്നു. അതേ മൃഗങ്ങളെല്ലാം ചത്തൊടുങ്ങി പോയി കിടക്കുന്നു. സഹോദരങ്ങളെ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അത്ഭുതപ്പെട്ടു പോയി അവിടെയുള്ള നാട്ടുകാരോട് ചോദിച്ചു, ഞാൻ നാളുകൾക്ക് മുമ്പ് വന്ന നാട് തന്നെയാണോ ഇത്? ആ നാട്ടിന് എന്തോ ഒരു ഭംഗിയായിരുന്നു, പക്ഷേ ഈ നാട്ടിന്റെ ഭംഗിയെല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നുവല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ആ നാട്ടിലുള്ള ആളുകൾ പറഞ്ഞു കൊടുക്കുന്നു, ഈസാ നബിയെ, അങ്ങ് ഈ നാട്ടിൽ നിന്ന് പോയതിനു ശേഷം, അങ്ങ് ഈ നാട്ടിൽ നിന്ന് മടങ്ങിപ്പോയതിനു ശേഷം ഒരു ചെറുപ്പക്കാരൻ അന്യ നാട്ടിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് വരുന്നു. ആ ചെറുപ്പക്കാരൻ നമസ്കാരമില്ലാത്തവനായിരുന്നു, നമസ്കാരം മുറ പോലെ നിർവഹിക്കാത്തവനായിരുന്നു. അവൻ വന്ന് ഞങ്ങളുടെ ഈ സമുദ്രത്തിൽ വന്നും മുഖം കഴുകുകയാണ്. അവൻ വന്ന ആ വെള്ളത്തിൽ നിന്ന് വെള്ളം കോരി കുളിക്കുകയാണ്. അവൻ കുളിച്ചതിന് ശേഷം ആ സമുദ്രത്തിലെ വെള്ളമെല്ലാം വറ്റിപ്പോകുന്നു. ഈ വൃക്ഷങ്ങളെല്ലാം കരിഞ്ഞുണങ്ങി പോകുകയാണ്. എന്താണ് സഹോദരങ്ങളെ, ഒരു നാട്ടിലെ ആളുകളെ മുഴുവനും പടച്ചവനായ തമ്പുരാനും പരീക്ഷിക്കുകയാണ്. വെള്ളം കൊടുക്കാതെ വെള്ളമെല്ലാം വറ്റിച്ചുകൊണ്ട്, ബലമൂലാദികളെല്ലാം ഉണക്കി കരിച്ചുകൊണ്ട് പടച്ചവനായ തമ്പുരാൻ
എന്തുകൊണ്ടാണ് പരീക്ഷിച്ചത് എന്നറിയോ? നമസ്കാരമില്ലാത്ത ഒരു മനുഷ്യന് ആ നാട്ടിലെ സമുദ്രത്തിൽ നിന്നും കുളിക്കാൻ, മുഖം കഴുകാൻ, കൈകാലുകൾ കഴുകാൻ സൗകര്യം ഒരുക്കി കൊടുത്തത് കൊണ്ടാ. അതുകൊണ്ടാണ് സഹോദരങ്ങളെ പറഞ്ഞത്, നമസ്കാരമില്ലാത്തവനെ നമ്മൾ കൂടുതൽ പരിഗണിക്കണ്ട. ഇന്ന് പള്ളി ഉദ്ഘാടനം ചെയ്യുന്നതും നമസ്കാരമില്ലാത്തവരാണ്. ഇന്ന് കട ഉദ്ഘാടനം ചെയ്യാനും ദീനുമായി ബന്ധമില്ലാത്തവരെ കൊണ്ടുവന്നിട്ട് സഹോദരങ്ങളെ എന്തിനാണ് നമ്മുടെ കച്ചവടത്തിന് തുടക്കം കുറിക്കുന്നതോ? നമസ്കാരമുള്ള എത്രയോ പണ്ഡിതന്മാര് നമ്മുടെ കട വീടുകളിലുണ്ടോ? എത്രയോ ആലിമീങ്ങള്, എത്രയോ സ്വാലിഹീങ്ങള്, എത്രയോ ആബിദീങ്ങള്, എത്രയോ തഖ്വയുള്ള ആളുകൾ, തഹജ്ജുദ് നമസ്കാരം പോലും മുടക്കാത്തവർ നമ്മുടെ നാട്ടിലുള്ളപ്പോ എന്തിനാ സിനിമാ നടന്മാരെ കൊണ്ടുവന്നിട്ട്, നടിമാരെ കൊണ്ടുവന്നിട്ട് പത്രാസിന് വേണ്ടിയിട്ട് കടകൾ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത്? അതോടുകൂടി നമ്മുടെ കടയുടെ ബറക്കത്ത് നഷ്ടപ്പെടുകയല്ലേ? വീടിന്റെ ബറക്കത്ത് നഷ്ടപ്പെടുകയല്ലേ? സഹോദരങ്ങളെ, അവരെ വിളിച്ചു കൊണ്ടുവരുന്നതിൽ കുഴപ്പമില്ല, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിലും കുഴപ്പമില്ല. സഹോദരങ്ങൾ, അവർക്ക് നിങ്ങൾ പൈസ കൊടുക്കുന്നതിലും കുഴപ്പമില്ല, അവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നതിലും കുഴപ്പമില്ല. പക്ഷേ ഒരു കച്ചവടം ഉദ്ഘാടനം ചെയ്യുമ്പോ, ഒരു മാള ഉദ്ഘാടനം ചെയ്യുമ്പോ, സഹോദരങ്ങളെ നിങ്ങൾക്കറിയുമോ, നമ്മുടെ കേരളക്കരയിലെ അഭിമാനമാകുന്ന യൂസുഫ് അലി ഉണ്ടല്ലോ, ആ യൂസുഫ് അലിയിലെ ഓരോ മാളുകളും ഉദ്ഘാടനം ചെയ്യുന്നത് ആരാണ്? നമ്മുടെ മുഖ്യമന്ത്രി ആയിരിക്കാം, ഒരു പക്ഷേ വലിയ നേതാക്കന്മാരായിരിക്കാം. പക്ഷേ അതിനു മുമ്പ് യൂസുഫ് അലി ചെയ്യുന്ന പരിപാടി എന്തെന്നറിയോ സഹോദരങ്ങളെ? മാള ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് ആ പള്ളിയിലെ റാത്തീബ് നടത്താറുണ്ട്. ആലിമീങ്ങളെ, മുത്തഅല്ലിമീങ്ങളെ വിളിച്ചിട്ട് ഖുർആൻ ഓതി മജ്ലിസുകൾ സംഘടിപ്പിക്കാറുണ്ട്. അങ്ങനെ എത്രയോ കോടീശ്വരന്മാർ ചെയ്യാറുണ്ട്. സഹോദരങ്ങൾ, അതൊരു ബറക്കത്താണ്. സഹോദരങ്ങളെ, ഉമ്മയെ കൊണ്ടുവന്ന് ഖുർആൻ ഓതിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമസ്കാരം ചെയ്യാൻ വേണ്ടി മുസല്ല കൊണ്ടുവന്നിട്ട് ആ മാളിൽ കയറി അദ്ദേഹം നമസ്കാരം നിർവഹിക്കുകയാ. എന്നിട്ടാണ് മാള് ഉദ്ഘാടനം ചെയ്യുന്നത്. എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല? എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല? നമ്മുടെ ഏത് പരിപാടിക്കും നമസ്കാരവുമായി ബന്ധമില്ലാത്തവർ, ദീനുമായി ബന്ധമില്ലാത്തവരെ കൊണ്ടുവന്നിട്ട് സഹോദരങ്ങളെ നമ്മളെ എല്ലാ പരിപാടികളുമായി ബന്ധിപ്പിക്കുകയാണ്. അവരെ കൊണ്ടുവരുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ സഹോദരങ്ങളെ, നമ്മുടെ ഏത് കാര്യങ്ങളും പ്രാരംഭം കുറിക്കേണ്ടത് അത് ആലിമീങ്ങളാ, അത് ആലിമീങ്ങളാണ്, സ്വാലിഹീങ്ങളാ. എന്തിനേറെ സഹോദരങ്ങളെ, നമ്മുടെ ഭാര്യ പ്രസവിക്കുമ്പോ, നമ്മുടെ പെൺമക്കൾ പ്രസവിക്കുമ്പോ ആദ്യമായിട്ട് അവരുടെ വായിലേക്ക് മധുരം വെച്ചു കൊടുക്കുമല്ലോ, വെള്ളം തൊട്ട് കൊടുക്കുമല്ലോ. ആരെ കൊണ്ടാണ് തൊട്ട് കൊടുപ്പിക്കേണ്ടത്? ആരെയും കൊണ്ടല്ല. നമസ്കാരമുള്ള, തഹജ്ജുദ് മുടക്കാത്ത സ്വാലിഹായ മനുഷ്യൻ നിങ്ങളുടെ കുടുംബത്തിലുണ്ടോ? നമ്മുടെ നാട്ടിലുണ്ടോ? നമ്മുടെ വീട്ടിന്റെ അയൽവക്കത്തുണ്ടോ? അവരെ കൊണ്ടുവന്നിട്ട് നമുക്ക് പിറന്നതായ കുട്ടിക്ക്, അത് ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ, അവർക്ക് ആ സംസം വെള്ളം തൊട്ട് കൊടുക്കാൻ, ഈത്തപ്പഴം ചവച്ചരച്ചവരുടെ വായിലേക്ക് വെച്ചു കൊടുക്കാൻ സ്വാലിഹീങ്ങളായ ആളുകയാണ് കൊണ്ടുവരേണ്ടത്. അല്ലാതെ സിനിമാ നടന്മാരെയല്ല, സിനിമാ നടിമാരെയുമല്ല. അത് ബറക്കത്ത് നഷ്ടപ്പെടുത്തുന്ന കാര്യമാ. അല്ലാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നിസ്കാരം മുറ പോലെ ഒരു ജമാഅത്ത് പോലും മുടക്കാതെ നിസ്കരിക്കുന്നവരുണ്ട്, ഇല്ലേ? കൃത്യമായിട്ട് പറഞ്ഞാൽ ആരാണ് നിസ്കാരം കൃത്യമായിട്ട് ജമാഅത്ത് നിർവഹിക്കുന്നത്? ആരുണ്ട് ഈ നാട്ടിൽ? ഏറ്റവും കൂടുതൽ കൃത്യമായിട്ട് ജമാഅത്ത് കൃത്യമായി അവ്വൽ തക്ബീറിൽ തന്നെ നിസ്കരിക്കുന്നവരാരുണ്ട്? ഉണ്ടെങ്കിൽ ഇമാമും മോദീനും മാത്രമേ കാണൂ. ശരിയല്ലേ? ഇമാമും മോദീനും മാത്രമല്ലേ കാണൂ. അവര് അവ്വൽ തക്ബീറിനില്ലെങ്കിൽ ശമ്പളം കട്ട് ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ട്. അവ്വൽ തക്ബീറിനില്ലെങ്കിൽ ശമ്പളം കട്ട് ചെയ്യും. ഇവിടുത്തെ കാര്യം, മാണിക്കോത്തെ കാര്യമല്ല ഞാൻ ഈ പറഞ്ഞത്.
ചില സ്ഥലങ്ങളിൽ ഇന്നലെ ഒരാളിങ്ങനെ പറയുന്നത് കേട്ടു, നമ്മുടെ ഈ അടുത്ത ഒരു ജില്ലയിൽ തന്നെ, കേരളത്തിലെ ഒരു ജില്ലയിൽ ഒരു പള്ളിയിൽ നമ്മളൊരു പ്രിയപ്പെട്ട ഒരു സുഹൃത്തിന്റെ അനുജനാണ്. അദ്ദേഹം അവിടെ എത്രയോ വർഷം കൊണ്ട് ജോലി ചെയ്യാണ്. ഒരു വക്കത്ത് മുടങ്ങിക്കഴിഞ്ഞാൽ ആ വക്കത്ത് ഇല്ലാത്തതിന്റെ പേരിൽ ആ വക്കത്തിന്റെ കണക്കനുസരിച്ച് ശമ്പളത്തിൽ നിന്നും വെട്ടിക്കുറയ്ക്കും. ഒരു വക്കത്തില്ലെങ്കിൽ അസറിനില്ലെങ്കിൽ അസർ നിസ്കാരത്തിന്റെ വില എത്ര രൂപ? 50 രൂപയാണെങ്കിൽ അസർ നിസ്കാരത്തിന്റെ വില 50 രൂപ കുറച്ച് ശമ്പളത്തിൽ നിന്ന്. ആ 10,000 രൂപ ശമ്പളമാണെങ്കിൽ മാസത്തിൽ അസർ നിസ്കാരം, ലോഹർ നിസ്കാരം, ഒരു വക്കത്ത് നിസ്കാരം മുടക്കിയിട്ടുണ്ടെങ്കിൽ 9,950 രൂപ മാത്രമേ കിട്ടുള്ളൂ. 10,000 രൂപ തികച്ചു കിട്ടൂല. ഈ 50 രൂപ എന്ത് കുറച്ചെന്ന് ചോദിച്ചാൽ, ഇന്ന ഡേറ്റിൽ അസർ നിസ്കാരത്തിന് ഉസ്താദ് ഇല്ലായിരുന്നല്ലോ, അത് തന്നെ സംഭവം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഈ പറഞ്ഞു വന്നത്, നിസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കുന്നവർ, ജമാഅത്തായി നിർവഹിക്കുന്നവർ അവരേ ഉള്ളൂ. മുത്തഅല്ലിമീങ്ങൾ അവരെ വിളിച്ചിട്ട് നമ്മുടെ വീട്ടിന്റെ ഉദ്ഘാടനം, കടയുടെ ഉദ്ഘാടനം, ഏത് കാര്യങ്ങൾ തുടക്കം കുറിച്ചാലും അവരെ കൊണ്ടുവന്ന് ദുആ ചെയ്യിപ്പിക്കണം. ഒരു ബറക്കത്താണ്. നമ്മൾ ഏത് കാര്യങ്ങളുണ്ടെങ്കിലും ഈ മാണിക്കോത്ത് മഖാമിൽ വരാറുണ്ടല്ലോ. എന്തുകൊണ്ടാണ്? അള്ളാഹു ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. ആ മഹാനരെ അള്ളാഹു ആദരിച്ചത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദരിക്കുന്നത്. അള്ളാഹു ആദരിച്ചത് കൊണ്ടാണ്. ഈ ആദരവ് അവർക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ, സഹോദരങ്ങളെ, അള്ളാഹുമായി ബന്ധമുള്ളത് കൊണ്ടാണ്. വെറുതെ കിട്ടിയതല്ല ഈ ആദരവ്. ഈ മഹാനവറുകൾക്ക് വെറുതെ കിട്ടിയതല്ല. അള്ളാഹുവിൽ നിന്നുള്ള ആദരവ് ചുമ്മാ കിട്ടിയതല്ല, നിസ്കാരം കൊണ്ട് കിട്ടിയത് തന്നെയാണ്. ദീനുമായി ബന്ധമുള്ളത് കൊണ്ട് കിട്ടിയത് തന്നെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പരമാവധി ജമാഅത്ത് മുടക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ഗദാ വറാഹ أعد الله له نزله من الجنة. ഒരാള് സുബഹി നമസ്കരിക്കാൻ വേണ്ടിയിട്ടല്ലെങ്കിൽ പ്രദോഷത്തിൽ ഒരു നമസ്കാരം നിർവഹിക്കാൻ പള്ളിയിലേക്ക് വീട്ടിൽ നിന്ന് കടന്നു വരുന്നു, ജമാഅത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കടന്നു വരുന്ന ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ വിരുന്നുകാരനാണ്, അള്ളാഹുവിന്റെ അതിഥിയാണെന്ന് ലോകത്തിന്റെ ഗുരു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് ഇശാ നമസ്കാരത്തിന് വേണ്ടിയിട്ട്, ഞാനും സഹോദരങ്ങളെ ഇന്ന് ഇശാ നമസ്കാരത്തിന് വേണ്ടിയിട്ട് ആരൊക്കെയാണോ ഇന്ന് പള്ളിയിൽ കൂടിയിട്ടുള്ളത്, അള്ളാഹുവിന്റെ സൽക്കാരത്തിൽ അവർ പങ്കെടുത്തവരാണ്. നാളെ സുബഹി നമസ്കാരത്തിന് വേണ്ടി ആരാണോ വരുന്നത്, അവർ നാളെ അള്ളാഹുവിന്റെ സൽക്കാരത്തിൽ പങ്കെടുക്കാനാണ് വരുന്നത്. മൻ ഗദാ വറാഹ അഅദ്ദല്ലാഹു ലഹു നുസുലഹു മിനൽ ജന്ന. വെറുമൊരു വിരുന്നല്ല, വെറുമൊരു സൽക്കാരമല്ല, സ്വർഗത്തിലെ സൽക്കാരമാണ്. പടച്ചവനായ തമ്പുരാൻ നിസ്കരിക്കാൻ വേണ്ടി വരുന്ന മനുഷ്യൻ അല്ലാഹു തആല കൊടുക്കുന്നത് ആതിഥേയൻ പടച്ചവനായ തമ്പുരാനാണ്. നമ്മൾ പള്ളിയിലേക്ക് വരുന്നത് അല്ലാഹുവിനെ കാണാനാണ്. അപ്പൊ പള്ളിയിൽ അള്ളാഹുവിനെ കാണാൻ വരുമ്പോ അതിഥികളായിട്ടാണ് നമ്മൾ പള്ളിയിലേക്ക്, കാരണം അള്ളാഹുവിന്റെ ഭവനമാണല്ലോ, അള്ളാഹുവിന്റെ ഭവനമാണ്. നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ സ്വന്തം ഭവനത്തിലേക്ക് ഒരാൾ വരുമ്പോ അദ്ദേഹത്തിനെ നമ്മൾ വേണ്ടുവോളം സൽക്കരിക്കും, അല്ലേ? വേണ്ടുവോളം സൽക്കരിക്കും. എന്തെല്ലാം ഭക്ഷണങ്ങൾ, ഏതെല്ലാം രീതിയിലുള്ള ഭക്ഷണങ്ങൾ. ഞാൻ ഇന്ന് താമസിച്ച വീട്ടിലെ അവിടെ ആ വീട്ടിൽ അവർ തന്നതുപോലെ അൽഹംദുലില്ലാ നല്ല സുഭിക്ഷമായ ഭക്ഷണം. അല്ലാഹു ബറക്കത്ത് കൊടുക്കട്ടെ, അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ ആ ഭക്ഷണത്തിലും ആരോഗ്യത്തിലും. അവിടുത്തെ സുഖമില്ലാത്ത ഉപ്പാക്ക് അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. അവിടെയുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും കൊച്ചുമക്കളെയെല്ലാം അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ സൽക്കരിക്കും, വേണ്ട പരിചരണങ്ങളും എല്ലാ സൗകര്യങ്ങളും നമ്മൾ കൊടുക്കും. ഇതേപോലെ പടച്ചവനായ തമ്പുരാനും നമുക്ക് പള്ളിയിൽ ഒരുക്കി വെച്ചിരിക്കുകയാണ്.
അത് പടച്ചവനായ തമ്പുരാൻ തരുന്നത് എപ്പോഴാണ്? ഈ സൽക്കാരങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടിവെച്ചിട്ട് സഹോദരങ്ങളെ നാളെ സ്വർഗത്തിൽ ചെല്ലുമ്പോ ഇതെല്ലാം നമ്മുടെ മുമ്പിലേക്ക് ഓരോ വക്കത്തിനു വേണ്ടി നമ്മൾ പള്ളിയിലേക്ക് വന്നപ്പോഴും പടച്ചവനായ തമ്പുരാൻ നമുക്ക് ഒരുക്കി കൂട്ടി വെച്ചിരുന്ന സൽക്കാരം ഇതെല്ലാം കൂടി ഒരുമിച്ച് എവിടെ വെച്ച് തരും? സ്വർഗത്തിൽ വെച്ച് തരും. അല്ലാഹു അത് കരസ്ഥമാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ആ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അതുകൊണ്ട് നിസ്കരിക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം, ളുഹാ നിസ്കരിക്കണം, വിത്ർ നിസ്കരിക്കണം. ഇവിടെ ജുമാ നിസ്കരിക്കൂല, പിന്നെയാണ് ഇനി തഹജ്ജുദും ളുഹായൊക്കെ നിസ്കരിക്കാൻ പോകണം. ജുമാ തന്നെ എങ്ങനെയെങ്കിലും പാടുപെട്ടാൻ നിസ്കരിക്കണം അല്ലേ? അങ്ങനല്ലേ? ജുമാ തന്നെ നമ്മൾ പാടുപെട്ടല്ലേ നിസ്കരിക്കുന്നത്? നമ്മൾ നോക്കിക്കേ സഹോദരങ്ങളെ, ജുമാക്ക് പള്ളിയിൽ മിമ്പറിൽ ഖത്തീബ് ഉസ്താദ് മിമ്പറിൽ കയറുന്ന ടൈം ഇങ്ങനെ നോക്കി നിൽക്കാൻ, അതുവരെ നമ്മൾ ഈ പരിസരത്ത് പള്ളിയുടെ പരിസരത്തൊക്കെ ഉണ്ടാവും. മിമ്പറിൽ ഖത്തീബ് കയറി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് സംബോധന ചെയ്ത് സലാം പറയുന്നത് കേൾക്കുമ്പോൾ ഖത്തീബ് മിമ്പറിൽ കയറി വാ, അപ്പോഴാണ് നമ്മൾ പള്ളിയിലേക്ക് വരുന്നത്. ജുമാ നിസ്കാരം തന്നെ എങ്ങനെയെങ്കിലും നിർവഹിച്ചിട്ട് പോകുകയാണ്. സഹോദരങ്ങളെ, പാടില്ല. നിസ്കാരത്തിന് നിസാരവൽക്കരിക്കരുത്. പടച്ചവൻ നമ്മളെ നിസാരവൽക്കരിക്കും, നമ്മളെ നിസാരപ്പെടുത്തും. എത്രത്തോളം എന്നാൽ സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് ഒരു പെണ്ണ് കടന്നു വരികയാണ്. ദോഷിയായ പാപിയായ ഒരു പെണ്ണ് കടന്നു വന്നിട്ട് പറയുന്നു, ഓ മൂസാ നബിയേ, ഒരു പരാതിയുമായിട്ടാണ്, ഒരു പരിഭവമായിട്ടാണ് അങ്ങയുടെ മുമ്പിലേക്ക് ഞാൻ കടന്നു വന്നത്. ഇന്നി അദ്നബതു ദംബാ അദീമാ. ഓ മൂസാ നബി, ഞാനൊരു വലിയ പാപം ചെയ്തു പോയി. മൂസാ നബിയെ, എനിക്ക് തൗബ ചെയ്യണം, എന്റെ പാപങ്ങൾ പൊറുക്കപ്പെടണം. അതുകൊണ്ട് മൂസാ നബി അങ്ങ് എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പരിഭവത്തോടുകൂടി, പരാതിയോടുകൂടി സഹോദരങ്ങളെ, പൊട്ടിയ ഹൃദയവുമായി കൈകളെല്ലാം വിറച്ചുകൊണ്ട്, ആ ശരീരമെല്ലാം വിറച്ചു മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിലേക്ക് ആ പെണ്ണ് വന്നിട്ട് തൗബ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുമ്പോ മൂസാ നബി ചോദിക്കുന്നു, നീ ചെയ്ത പാപം എന്താണ്? ആ സമയത്ത് ആ പെണ്ണ് പറയുന്നു, ഇന്നി സനൈതു വവലദതുഹു വലദാ ഫഖതൽതുഹു. ഞാൻ വ്യഭിചരിച്ചു നബിയെ, ഞാൻ വ്യഭിചാരം നടത്തി ഗർഭിണിയായ നബിയെ, അതിലൂടെ ഒരു കുട്ടിക്ക് ജന്മം കൊടുത്തു നബിയെ. ആ കുട്ടി ജാരസന്തതിയായതിന്റെ പേരിൽ ആളുകളെല്ലാം എന്നെ പരിഹസിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോ ഞാൻ ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞു നബിയെ. ആ കുഞ്ഞിനെ ഞാൻ കൊലപാതകം നടത്തി നബിയെ. നബി പറഞ്ഞു, ഇറങ്ങിപ്പോ പെണ്ണെ, ദോഷിയായ പാപിയായ പെണ്ണെ, ഇറങ്ങിപ്പോ എന്റെ മുമ്പിൽ നിന്നോ. പടച്ചവനായ തമ്പുരാൻ, നീ കാരണം ഇവിടേക്ക് ശിക്ഷ ഇറക്കാൻ സാധ്യതയുണ്ടോ, അതുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പെണ്ണിനെ പറഞ്ഞു വിടുമ്പോ സഹോദരങ്ങളെ, പൊട്ടിയ ഹൃദയവുമായി ആ പെണ്ണുനതാ തിരിച്ച് നിരാശയോടുകൂടി മടങ്ങിപ്പോകുമ്പോ സുബ്ഹാനല്ലാഹ്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നു. മൂസാ നബിയോട് ചോദിക്കുന്നു, മൂസാ നബിയെ, എന്താണ് നിങ്ങൾക്ക് അധികാരമുള്ളതോ? നിങ്ങൾക്ക് എങ്ങനെയാണ് അധികാരമുണ്ടാകുക? തൗബ ചെയ്യാൻ വേണ്ടി വന്ന ഒരു പെണ്ണിനെ മടക്കി വിടാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നതോ? ആ പെണ്ണിന്റെ തൗബ സ്വീകരിക്കില്ല എന്ന് ആരാണ് നിങ്ങളോട് പറഞ്ഞു തന്നത്? അതുകൊണ്ട് ആ പെണ്ണിനെ തിരിച്ചു വിളിക്കുക. ഓ മൂസാ നബിയെ, നിങ്ങൾക്കറിയുമോ, ആ പെണ്ണ് വ്യഭിചാരം ചെയ്തു. വ്യഭിചാരത്തിലൂടെ ഒരു കുഞ്ഞുണ്ടായപ്പോ ആ കുഞ്ഞിനെ കൊലപാതകം ചെയ്ത പെണ്ണാണ്. പക്ഷേ ആ പെണ്ണിന് പടച്ചവനായ തമ്പുരാൻ തൗബ ചെയ്താൽ പുറത്തു കൊടുക്കും, പാപമോചനം ഇരുന്നാൽ പുറത്തു കൊടുക്കുന്നതാണ്. പക്ഷേ ആ വ്യഭിചാരിണിയായ കൊലപാതകയായ പെണ്ണിനേക്കാൾ ഭീകരനായ ഒരു ചെറുപ്പക്കാരൻ എവിടെയുണ്ടോ? പാപിയായ ഒരാൾ എവിടെയുണ്ടോ? അല്ലാഹു പുറത്തു കൊടുക്കും.
കൊടുക്കാത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല നിസാരനാക്കി വെച്ചിരിക്കുന്ന ഒരാളുണ്ടോ? ആ പെണ്ണിനേക്കാൾ മോശമായ, ആ പെണ്ണിനേക്കാൾ നീചനായ നികൃഷ്ടനായ ഒരാൾ ഈ നാട്ടിലുണ്ടോ? ആരാണെന്നറിയോ? താരിഖു സ്വലാത്തി ആമിദം മുതഅമ്മിദാ, താരിഖു സ്വലാത്തി ആമിദം മുതഅമ്മിദാ. നമസ്കാരം മനഃപൂർവ്വം ഉപേക്ഷിക്കുന്നവന് വ്യഭിചാരിണിയായ പെണ്ണിനേക്കാൾ നീചനാണ്, നികൃഷ്ടനാണ്, കൊലപാതകിയേക്കാൾ വൃത്തികെട്ടവനാണ്, മോശക്കാരനാണ്. നമസ്കാരം ഉപേക്ഷിക്കുന്നവനെന്നോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്. ഏറ്റവും വലിയ മോശക്കാരൻ വ്യഭിചാരിണിയായ പെണ്ണല്ല, കൊലപാതകിയായ പെണ്ണുമല്ല, മറിച്ച് നിസ്കാരം മനഃപൂർവ്വം ഉപേക്ഷിക്കുന്നവൻ. ഒരുപക്ഷെ അറിയാതെ ഉറങ്ങിപ്പോയി, നിസ്കാരം ചിലപ്പം കിട്ടൂല, ചിലപ്പോ യാത്രയിൽ ജമ്മും കസറുമാക്കാലോ അപ്പോഴും ചിലപ്പോൾ അറിയാതെ നഷ്ടപ്പെട്ടു പോയി, ഉറങ്ങിപ്പോയി. അള്ളാഹു അഫൂ ചെയ്യും അതിനൊക്കെ, അറിയാതെ ചെയ്തു പോയാൽ. പക്ഷേ സഹോദരങ്ങളെ, മനഃപൂർവ്വം സമയമുണ്ടായിട്ടും അള്ളാഹുവിന്റെ വിളിക്കുത്തരം കൊടുക്കാതിരുന്നാൽ നാളെ പടച്ചവനായ തമ്പുരാന്റെ മുമ്പിൽ അവൻ നീചനാണ്. നാളെ പടച്ചവനായ തമ്പുരാൻ സുജൂദ് ചെയ്യാൻ വേണ്ടി ഒരു പ്രാവശ്യം കൂടി അവസരം തരുമെന്നാണ്. ഒരു പ്രാവശ്യം കൂടി അവസരം തരും. നമ്മൾ വിചാരിക്കും ദുനിയാവിൽ വെച്ച് മാത്രമാണ് സുജൂദ്. അല്ല, പരലോകത്തും ഉണ്ടാവും നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാനുള്ള അവസരം. يوم يدعون إلى السجود فلا يستطيعون خاشعة أبصارهم ترهقهم ذلة وقد كانوا يدعون إلى السجود وهم سالمون يوم يكشف عن ساق ويوم يدعون إلى السجود فلا يستطيعون. നാളെ പരലോകത്ത് കോടാനുകോടികൾ ഒരുമിച്ച് കൂടി നിൽക്കുമ്പോ സഹോദരങ്ങളെ, പടച്ചവനായ തമ്പുരാൻ ഒരു പ്രാവശ്യം കൂടി അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ വിളിക്കുകയാണ്. ഹയ്യ അലസ് സ്വലാത്ത്, ഹയ്യ അലൽ ഫലാഹ്. ബാങ്കുല് കേട്ടല്ലോ, പള്ളി മിനാരത്തിൽ നിന്ന് ബാങ്കുല് എല്ലാ ദിവസവും നമ്മൾ കേൾക്കാറുണ്ടല്ലോ. സഹോദരങ്ങളെ, നമ്മൾ ചെവി കൊടുത്തില്ലല്ലോ, ഗൗരവം കാണിച്ചില്ലല്ലോ, ഒരു 5 പൈസയുടെ വില പോലും നമ്മൾ കാണിച്ചില്ലല്ലോ. എന്നാൽ പടച്ചവനായ തമ്പുരാനും വീണ്ടും വിളിക്കുകയാണ്. നിങ്ങൾക്ക് രക്ഷപ്പെടണമോ? നരകമോചനം വേണമോ? നരകം നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുമ്പോ പടച്ചവനായ തമ്പുരാൻ ചോദിക്കുന്നു, ഈ കത്തിയാളുന്ന നരകക്കുണ്ടിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണമോ? എന്റെ മുമ്പിൽ നിങ്ങൾ സുജൂദ് ചെയ്താൽ നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തുന്നതാണ്. ആ സമയം സഹോദരങ്ങളെ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെറുപ്പക്കാരന്മാര് ആരോഗ്യമുള്ളവരല്ല, നമസ്കരിച്ചവരും നമസ്കരിക്കാത്തവരും ദീനുമായി ബന്ധമില്ലാത്തവരും അള്ള ഇല്ലെന്ന് പറഞ്ഞവരും ഉണ്ടെന്ന് പറഞ്ഞവരും അള്ളാഹുടെ പേരിൽ കടന്ന് തർക്കിച്ചവരും സ്ത്രീകളുടെ അള്ളാഹു, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദീനിന്റെ പേരിൽ കിടന്ന് തർക്കിച്ചവരും എല്ലാം നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ നോക്കുമ്പോ ഫലാ യസ്തതിഊ, അവർക്ക് സുജൂദ് ചെയ്യാൻ കഴിയില്ല എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അവർക്ക് ആരോഗ്യമില്ലാത്തത് കൊണ്ടല്ല, പിന്നെയോ സഹോദരങ്ങളെ, ആരോഗ്യമുള്ള കാലഘട്ടത്തിൽ ദുനിയാവിൽ വെച്ച് സുജൂദ് ചെയ്തില്ല എന്ന കാരണം കൊണ്ട് നാളെ അള്ളാഹുവിന്റെ മുമ്പിലും സുജൂദ് ചെയ്യാൻ പടച്ചവനായ തമ്പുരാൻ സമ്മതിക്കൂല.